Meet the editors. ഹലോ, ഗുഡ് ഈവനിംഗ്. പ്രതിദിന വാർത്താ വിശകലന പരിപാടി മീറ്റ് ദി എഡിറ്റേഴ്സ് ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കെ സുധാകരനെ മാറ്റുന്ന കാര്യം ചർച്ചയാകാതെ ഹൈക്കമാൻഡ് വിളിച്ചു ചേർത്ത നേതാക്കളുടെ യോഗം. തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് മുന്നോട്ടു പോകണമെന്ന് യോഗത്തിൽ രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. പാർട്ടിയിൽ ഐക്യമില്ലെന്ന റിപ്പോർട്ടുകൾ തള്ളി ഹൈക്കമാൻഡ്. LDF സർക്കാരിനെ താഴെയിറക്കുക എന്ന ലക്ഷ്യത്തോടെ ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകാനാണ് ഹൈക്കമാൻഡ് ആഹ്വാനം ചെയ്തതെന്ന് KC വേണുഗോപാൽ പറഞ്ഞു. അടുത്ത തെരഞ്ഞെടുപ്പിൽ കേരളം UDFന്റെ കൈകളിലേക്ക് എത്തിക്കുമെന്ന് കെ സുധാകരനും ദില്ലിയിലെ നേതൃയോഗത്തിനു ശേഷം പ്രതികരിച്ചു. കോൺഗ്രസിനകത്ത് സമ്പൂർണ്ണ ഐക്യമുണ്ടാകാൻ ഉള്ള ഒരു ആഹ്വാനമാണ് ഹൈക്കമാൻഡ് നേതാക്കന്മാർക്ക് നൽകിയത്. നേതാക്കന്മാർ അതെല്ലാവരും വളരെ ശിരസാ വഹിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അവിടെ ജനവിരുദ്ധമായൊരു സർക്കാരുണ്ട്. ആ സർക്കാരിനെ താഴെയിറക്കുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമാണ് വരുന്ന ഒരു വർഷക്കാലം ഓരോ കോൺഗ്രസ്സുകാരനെയും നയിക്കുക എന്നുള്ള പൊതു തീരുമാനത്തോടുകൂടി പോവുകയാണ്. ഐക്യമുറപ്പിച്ചുവെന്നാണ് ചോദ്യം. ബാലകൃഷ്ണൻ, ഇന്നിപ്പോൾ നേതാക്കളുടെ യോഗത്തിനു ശേഷം KC വേണുഗോപാൽ, അതേപോലെ ദീപാദാസ് മുൻഷി, കെ സുധാകരൻ ഇവർ മാധ്യമങ്ങളിലൂടെ നൽകാൻ ശ്രമിക്കുന്ന സന്ദേശം എന്ന് പറയുന്നത് ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടണം, നേതാക്കൾക്കിടയിൽ ഐക്യമില്ലായ്മയുണ്ട് എന്നുള്ളത് മാധ്യമങ്ങളിലൂടെ വരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്, വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും വലിയ സാധ്യതയാണ് മുന്നിൽ കാണുന്നത്, അതുകൊണ്ട് എങ്ങനെ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങണം എന്നതടക്കമുള്ള കാര്യങ്ങളുടെ പ്രാരംഭ ചർച്ചയാണ് നടന്നതെന്ന് മനസ്സിലാക്കുന്നു. സംഘടന പുനഃസംഘടനയുണ്ടാകും എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. പക്ഷേ അത് താൽക്കാലികമായി ഇപ്പോൾ ഉണ്ടാവുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഐക്യമുറപ്പിച്ചു. നോക്കൂ, ഇന്നത്തെ യോഗത്തിൽ 29 നേതാക്കളാണ് പങ്കെടുത്തത്. അതിൽ 4 പേരെ നമുക്ക് മാറ്റി നിർത്താം. അവർ ദേശീയ നേതൃത്വത്തിൻ്റെ ഭാഗമാണ്. മല്ലികാർജ്ജുൻ ഖർഗെ, രാഹുൽ ഗാന്ധി, KC വേണുഗോപാൽ, പ്രിയങ്ക ഗാന്ധി. ഓഫ് കോഴ്സ് പ്രിയങ്ക ഗാന്ധി കേരളത്തിൽ നിന്നുള്ളൊരു MP ആണ് എങ്കിൽ കൂടിയും ആ 4 പേരും ദേശീയ നേതൃത്വത്തിൻ്റെ ഭാഗമാണെങ്കിൽ ബാക്കി 25 പേരും കേരളത്തിൽ നിന്നുള്ള ഏറ്റവും പ്രമുഖരായ നേതാക്കളാണ്. ഇവരെ ഇന്ന് വിളിച്ചു വരുത്തി ഈ യോഗം 3 മണിക്കൂറോളം നടത്തിയതിന് ശേഷം ദീപാദാസ് മുൻഷി പറഞ്ഞൊരു കാര്യം എന്താണെന്ന് നമ്മൾ കേൾക്കുന്നത് നല്ലതാണ്. അവർ പറഞ്ഞത് പൊളിറ്റിക്കലി പീപ്പിൾ ആർ ലുക്കിംഗ് ഫോർ എ ചേഞ്ച്. കേരളത്തിൽ ഒരു ഭരണമാറ്റം വരണം എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. സോ വി ഷുഡ് നോട്ട് ഡു എനിത്തിങ് വിച്ച് വിൽ ഡിസ്റെസ്പെക്ട് ദ പീപ്പിൾ ഓഫ് കേരള. അതുകൊണ്ട് ആ ജനങ്ങൾ ഭരണമാറ്റം ആഗ്രഹിക്കുന്ന ജനങ്ങളെ ബഹുമാനിക്കാത്ത ഒരു പ്രവൃത്തിയും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകരുത്. ദിസ് വാസ് എ ക്ലിയർ ഇൻഡിക്കേഷൻ ഫ്രം ദി ഹൈക്കമാൻഡ്. ഹൈക്കമാൻഡിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ശക്തമായ സൂചന ഇതാണ്. അപ്പോൾ ഇവർ ഈ യോഗം വിളിച്ചത് എന്തിനാണ്? ഈ യോഗം വിളിച്ചിരിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നു എന്ന് അവർ തീരുമാനിച്ചിട്ടുണ്ട്. അതുതന്നെയാണല്ലോ അല്പം മുമ്പ് KC വേണുഗോപാൽ പറഞ്ഞത്. സംസ്ഥാനത്തൊരു ജനവിരുദ്ധ സർക്കാരാണ് നിലനിൽക്കുന്നത്. ആ സർക്കാരിനെ പുറത്താക്കണമെന്ന് കേരളം ആഗ്രഹിക്കുന്നു, കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ പിന്നെ നിങ്ങളെന്താ ചെയ്യേണ്ടത്? അവരെ അപമാനിക്കുന്നതോ അവർക്ക് അവിശ്വാസമുണ്ടാക്കുന്നതോ ആയ ഒരു കാര്യവും ചെയ്യാൻ പാടില്ല. ഇതാണ് ഹൈക്കമാൻഡിൽ നിന്ന് വിളിച്ചിട്ട് കൃത്യമായ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. ഒരു കാര്യം കൂടി ദീപാദാസ് മുൻഷി പറയുന്നുണ്ട്. ഇനി ആരെങ്കിലും ഇതിനെതിരായി പ്രവർത്തിച്ചാൽ ശക്തമായ നടപടി ഉണ്ടാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, ഒരു പാർട്ടി അതിൻ്റെ ഏറ്റവും പ്രമുഖരായ നേതാക്കളെ വിളിച്ചു ചേർത്തൊരു യോഗം നടത്തിയതിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആ പാർട്ടിയുടെ നേതാക്കൾക്കുള്ള ശാസനയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നതെന്നേ. അല്ലാതെ ഓഫ് കോഴ്സ് ദീപദാസ് മുൻഷി പറയുന്നുണ്ട് ഏപ്രിലിൽ വലിയൊരു സ്റ്റേറ്റ് കോൺഫറൻസ് നടത്താൻ പോകുന്നു. മല്ലികാർജ്ജുൻ ഖാർഗെയുടെയും രാഹുൽ ഗാന്ധിയുടെയും നേതൃത്വത്തിലായിരിക്കും ആ സ്റ്റേറ്റ് കോൺഫറൻസ്. ആ കോൺഫറൻസോട് കൂടി ഈ സംസ്ഥാനത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കും അതുപോലെ തന്നെ അടുത്ത വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുമുള്ളൊരു റോഡ് മാപ്പ് ഉണ്ടാക്കും. ആ റോഡ് മാപ്പിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടി പ്രവർത്തിക്കും. ഇത് മാത്രമാണ് ഇന്ന് സംഘടനയുമായി ബന്ധപ്പെട്ട് ഒരു തയ്യാറെടുപ്പ് എന്ന നിലയ്ക്ക് ദീപാദാസ് മുൻഷി പറഞ്ഞിരിക്കുന്നത്. ബാക്കി എല്ലാ കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നതേ ഈ പാർട്ടി നേതാക്കൾക്കുള്ള മുന്നറിയിപ്പുകളാണെന്ന്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇന്ന് ഈ യോഗം വിളിച്ചു കൂട്ടിയത് ഇതൊരു പ്രധാനപ്പെട്ട യോഗമായിട്ടാണല്ലോ നമ്മൾ കരുതിയിരുന്നത്. പ്രധാനപ്പെട്ട യോഗം തന്നെയാണ്. പക്ഷേ ഈ പ്രധാനപ്പെട്ട യോഗം നടന്നത് അടുത്ത് നടക്കാനിരിക്കുന്ന 2 തെരഞ്ഞെടുപ്പുകൾക്ക് വേണ്ടി എങ്ങനെ സംഘടനയെ സജ്ജമാക്കാമെന്നതിനെ സംബന്ധിച്ചേ അല്ല. മറിച്ച് ഈ നേതാക്കൾ പല തട്ടിൽ നിന്നുകൊണ്ട് തമ്മിൽ തല്ലുന്നു. അത് ജനങ്ങൾക്കിടയിലൊരു വിശ്വാസക്കുറവുണ്ടാക്കുന്നു. അവർക്കിടയിലും പാർട്ടി പ്രവർത്തകർക്കിടയിലും ആശങ്കയുണ്ടാക്കുന്നു. അത് ദൂരീകരിക്കാതെ മുന്നോട്ട് പോകാനുള്ളൊരു സാഹചര്യം ഇപ്പോഴില്ല എന്ന് ഹൈക്കമാൻഡിന് ബോധ്യപ്പെട്ടിരിക്കുന്നു. സത്യത്തിൽ ഹൈക്കമാൻഡ് പൂർണ്ണമായും കൺട്രോൾ ഏറ്റെടുക്കുന്ന ഒരു സ്ഥിതിയാണ് ഇന്നത്തെ യോഗത്തോടുകൂടി കാണുന്നത്. സാധാരണഗതിയിൽ ഈ ഹൈക്കമാൻഡിന് പൂർണ്ണമായും കീഴടങ്ങുന്ന ഒരു ഘടകമേ അല്ല കേട്ടോ KPCC എന്ന് പറയുന്നത്. KPCCയുടെ ചരിത്രം അങ്ങനെയാണ്. മുമ്പ് നമുക്കറിയാമല്ലോ, ഇന്ദിരാഗാന്ധിയെ പോലെ വളരെ പവർഫുൾ ആയിട്ടുള്ള നേതാവിനെ വെല്ലുവിളിച്ചിട്ടില്ലേ AK ആന്റണി പാർട്ടി വിട്ട് പുറത്തുപോയി വേറൊരു പാർട്ടി ഉണ്ടാക്കി ഇടതുപക്ഷമായിട്ട് ചേർന്നിട്ട് സർക്കാർ ഉണ്ടാക്കിയിട്ടില്ലേ കേരളത്തിൽ, അല്ലേ?
അതേപോലെ തന്നെ കെ കരുണാകരൻ സോണിയാഗാന്ധിയെ വെല്ലുവിളിച്ച് പുറത്തു പോയിട്ട് പാർട്ടി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ഏറ്റവും ഒടുവിൽ നമുക്ക് കാണാവുന്ന ഒരു ഉദാഹരണമാണ് ഉമ്മൻചാണ്ടി ഒരിക്കൽ പോലും ഈ പറയുന്ന ഹൈക്കമാൻഡിൻ്റെ വിനീത വിധേയനായിട്ട് നിന്നിട്ടില്ല. നിങ്ങൾക്കൊരു കാര്യം ഓർമ്മയുണ്ടാവണം, ഞാൻ ഡൽഹിയിലുള്ള സമയത്താണ് ടി സിദ്ദിഖിനെ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്ത് മാറ്റി എം ലുജുവിനെ പ്രഖ്യാപിച്ചു രാഹുൽ ഗാന്ധി. അന്ന് രാവിലെ ഫ്ലൈറ്റ് എടുത്ത് വന്നു ഉമ്മൻചാണ്ടി ഡൽഹിയിൽ, കേരള ഹൗസിൽ താമസിച്ചു, ഒരു മീറ്റിംഗ് നടത്തി, വൈകുന്നേരത്തെ ഫ്ലൈറ്റിൽ തിരിച്ചു വന്നു, ടി സിദ്ദിഖിനെ തന്നെ പുനഃസ്ഥാപിച്ചു. ഈ രീതിയിൽ ഫൈറ്റ് ചെയ്യുന്ന നേതാക്കന്മാരുണ്ട്. ഇന്നിപ്പോൾ എന്താ അവിടെ പോയ നേതാക്കന്മാർ ആരെങ്കിലും കുറഞ്ഞ ആളുകളാണോ? കെ സുധാകരൻ KPCC അധ്യക്ഷൻ, VM സുധീരൻ മുൻ KPCC അധ്യക്ഷൻ, PJ കുര്യനെ പോലെ ലോക്സഭാ ഉപനേതാവായിരുന്നയാൾ, അതുപോലെ ശശി തരൂർ, രമേശ് ചെന്നിത്തല, CLP ലീഡറായിട്ടുള്ള VD സതീശൻ, ഒറ്റയാൾ കുറഞ്ഞ ആളുകളില്ല. പക്ഷേ ഇവരെല്ലാവരും ഹൈക്കമാൻഡിൻ്റെ വിനീത വിധേയരാകാനാണ് ശ്രമിക്കുന്നത്. ഹൈക്കമാൻഡിനെ വെല്ലുവിളിക്കാനുള്ള ശക്തിയൊന്നും ഇവർക്കില്ല. അങ്ങനെ വെല്ലുവിളിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവർ കേരളത്തിലുണ്ടാക്കുന്ന ഓരോ പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ കേരളത്തിൽ സാധ്യതയുണ്ട് എന്ന് കോൺഗ്രസിൻ്റെ നേതൃത്വം വിചാരിക്കുന്ന ഒരു ഭരണമാറ്റത്തിന് തടസ്സം നിൽക്കുമെന്ന് ഹൈക്കമാൻഡ് തന്നെ വിലയിരുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു സാഹചര്യം എന്താ? രാജ്യത്തെ സാഹചര്യം എന്താ? ആകെ 3 സംസ്ഥാനങ്ങളിലല്ലേ അവർക്ക് ഭരണമുള്ളൂ. ഇനിയിപ്പോൾ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളുടെ സംസ്ഥാനങ്ങൾ നോക്കിയേ. അസം, ബീഹാർ, ഇനി അത് കഴിഞ്ഞാൽ പിന്നെ ഉത്തർപ്രദേശ്, ബംഗാൾ, തമിഴ്നാട്, ഈ സംസ്ഥാനങ്ങളിൽ എവിടെയെങ്കിലും കോൺഗ്രസിനൊരു അവസരം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. ആ വിലയിരുത്തൽ കോൺഗ്രസിന് ഇല്ലെന്നേ, സാധ്യതയുമില്ല. ഇനിയിപ്പോൾ ബീഹാറിൽ ഒരു അത്ഭുതകരമായ അട്ടിമറി നടത്തി RJD അധികാരം പിടിക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ RJD അധികാരത്തിൽ വരുന്നത് സഖ്യകക്ഷിയായ മന്ത്രിസഭയിൽ അത്രേ ഉള്ളൂ. ബംഗാളിൽ പിന്നെ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ എന്നുള്ള അവസ്ഥയിലാണ്. തമിഴ്നാട്ടിലുണ്ടോ? തമിഴ്നാട്ടിൽ സ്റ്റാലിൻ വീണ്ടും അധികാരത്തിൽ വന്നാൽ അതിൻ്റെ കൂട്ടത്തിൽ കോൺഗ്രസിൻ്റെ അവസരം കിട്ടുമെന്നേ ഉള്ളൂ. അപ്പോൾ ആ അർത്ഥത്തിൽ കോൺഗ്രസ് രാജ്യത്ത് ദുർബലമായിരിക്കുമ്പോൾ അവർ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഏക സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ്. ആ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്ത് ഇപ്പോൾ തന്നെ അങ്ങേറ്റം ദുർബലമാണ് UDF എന്ന മുന്നണി. അത് അടുത്ത ഘട്ടത്തിൽ നമുക്ക് വിശദീകരിക്കാം. പ്രശ്നം എന്താണ്? ആ മുന്നണി എങ്ങനെ ഒരിക്കൽ കൂടി അധികാരത്തിൽ വരാത്തൊരു സാഹചര്യം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കോൺഗ്രസ് കേരളത്തിൽ ഇപ്പോൾ 10 വർഷമായിട്ട് അധികാരത്തിലില്ല. ഇനിയിപ്പം 2024 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വീണ്ടും പ്രതിപക്ഷത്താണ് ഇരിക്കുന്നതെങ്കിൽ പിന്നെ UDF എന്ന് പറയുന്നൊരു മുന്നണി ഉണ്ടാവില്ലെന്നേ. ആ മുന്നണിയിൽ ഘടകകക്ഷികൾ ഉണ്ടാവില്ല, അവരൊക്കെ ചേരിമാറിപ്പോകും. സ്വാഭാവികമായിട്ടും ആ ഓരോ ഘടകകക്ഷികൾ എന്ന് പറയുന്നത് വളരെ ചെറിയ പാർട്ടികളാണ്. മുസ്ലിം ലീഗ് ഒഴിച്ച് ബാക്കിയെല്ലാം ഈർക്കിൽ പാർട്ടികളാണ്. 1 സീറ്റ് 2 സീറ്റ് കിട്ടുന്ന പാർട്ടികളാണ്. ഇവർക്കൊക്കെ അധികാരമില്ലാതെ നിൽക്കാൻ കഴിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അധികാരമുള്ളിടത്തേക്ക് പാർട്ടി മുന്നണി വിട്ട് അവർ പോകും. അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ UDF ആരാ ഉണ്ടാവുക? കോൺഗ്രസ് മാത്രമാണ് ഉണ്ടാവുക. ലീഗിനെ പോലും ഉറപ്പിച്ച് നിർത്താൻ കഴിയുമോ? സംശയമാണ് അക്കാര്യത്തിനകത്ത്. ഈ കോൺഗ്രസ് തന്നെ 10 വർഷം കഴിഞ്ഞ് 5 വർഷം കൂടി അധികാരത്തിലില്ലായിരുന്ന കോൺഗ്രസ് തന്നെ സംസ്ഥാനത്ത് ഉണ്ടാവില്ല. ഈ ഒരു സാഹചര്യത്തെ ഭയക്കുന്ന കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് വളരെ ശക്തമായ താക്കീതാണ് ഈ മീറ്റിംഗിൽ നൽകിയിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്നിപ്പോൾ നമുക്കറിയാം ഈ പറയുന്ന KPCC അധ്യക്ഷനെ മാറ്റുമോ ഇല്ലയോ എന്നൊക്കെയുള്ളതായിരുന്നു കൗതുകകരമായൊരു വിഷയം. ഈ മീറ്റിംഗിൽ എല്ലാവരും ആകാംക്ഷയോട് ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത് അതാണ്. ഞാൻ മനസ്സിലാക്കുന്ന കെ സുധാകരൻ തന്നെ ആദ്യം സംസാരിച്ചു എന്നാണ് പറയുന്നത്. കെ സുധാകരൻ പറഞ്ഞത് എന്താണെന്നറിയോ? സതീശനുമായിട്ട് ഒരു പ്രശ്നവും എനിക്കില്ല, സതീശനും ഞാനും തമ്മിൽ യാതൊരു തർക്കവുമില്ല, അത് മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ് എന്ന് മാത്രമല്ല മാധ്യമങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് CPM ഇടതുപക്ഷവുമാണെന്ന് കൂടി കെ സുധാകരൻ മീറ്റിംഗിൽ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം CPMൻ്റെ അജണ്ടയാണ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ തമ്മിൽ തല്ല് ഉണ്ട് എന്ന് വരുത്തി തീർക്കുന്നത്. അങ്ങനെ ആ പാർട്ടി പ്രവർത്തകർക്കും പിന്നെ പാർട്ടിക്ക് പുറത്ത് ഇവരെ എന്തെങ്കിലും പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന ജനങ്ങളുണ്ടെങ്കിൽ അവർക്കിടയിലും ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കണം. ആ ആശയക്കുഴപ്പം ഉണ്ടാക്കുക എന്ന അജണ്ട CPM മാധ്യമങ്ങളോട് നടപ്പാക്കുന്നു എന്നാണ് കെ സുധാകരൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമുക്കറിയാം അതാണ് പ്രശ്നം. നമ്മളിത് നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. മൈക്കിൽ എന്താ സംഭവിച്ച ആലപ്പുഴയിൽ മാത്രമല്ലെന്നേ, അത് വലിയ തർക്കം തന്നെയാണ്. സതീശനും സുധാകരനും തമ്മിൽ വലിയ തർക്കമുണ്ട് എന്ന കാര്യത്തിലുള്ള സംശയമില്ല. അതുപോലെ തന്നെയല്ലേ രമേശ് ചെന്നിത്തല അവസരം നോക്കുന്നു. ശശി തരൂർ ഏറ്റവും അവസാനം എന്താ ചെയ്ത്? ഇന്നിപ്പോഴത്തെ നിങ്ങൾ ആ വാർത്താ സമ്മേളനം കണ്ടാലുണ്ടല്ലോ, ദീപാദാസ് മുൻഷി നടുക്ക് നിൽക്കുന്നു, ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്നത് KC വേണുഗോപാൽ, റൈറ്റ് സൈഡിൽ നിൽക്കുന്ന ആരാണ്? ശശി തരൂരാണ്. ശരിയാണ്, ശശി തരൂർ കേരളത്തിൽ നിന്നുള്ള വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. ശശി തരൂർ മാത്രമല്ലല്ലോ വർക്കിംഗ് കമ്മിറ്റി അംഗം. രമേശ് ചെന്നിത്തല എത്രാമതായിട്ടാണ് നിൽക്കുന്നത്? അപ്പോൾ എന്തുകൊണ്ടാണ് ഇന്ന് ശശി തരൂർ ആ പൊസിഷൻ അവിടെ ചെയ്യുന്നത് എന്ന് മാത്രമല്ല, ശശി തരൂർ 5 മിനിറ്റ് യോഗത്തിൽ സംസാരിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പൂർണ്ണമായ പിന്തുണ പ്രഖ്യാപിച്ചു. പാർട്ടിയുടെ എല്ലാ നയങ്ങളും ഞാൻ ഇനി മുന്നോട്ട് കൊണ്ടുപോകും, പാർട്ടിക്കൊപ്പം ഉറച്ചു നിൽക്കും. നോക്കൂ, ഒരു ശശി തരൂരിനെ പോലെ 2009 മുതൽ തിരുവനന്തപുരം കോൺസ്റ്റിറ്റ്യുവൻസിയിൽ 4 തവണ മത്സരിക്കുകയും UPA സർക്കാരിൽ കേന്ദ്രമന്ത്രിയായിരിക്കുകയും ചെയ്തിട്ടുള്ള ശശി തരൂർ ഇന്നത്തെ യോഗത്തിൽ പറഞ്ഞിരിക്കുകയാണ്, തുടർന്ന് ഞാൻ പാർട്ടി നയങ്ങൾ തന്നെ മുന്നോട്ട് കൊണ്ടുപോകും, പാർട്ടിയോട് ഉറച്ചു നിൽക്കും. ഇതൊക്കെയാണ് സ്ഥിതി, ഇതൊക്കെയാണ് ഈ മീറ്റിങ്ങിനകത്ത് നടന്നത്. അപ്പോൾ ശശി തരൂർ അവിടെ ഉറപ്പിച്ച് നിർത്തി, ഇനി നിങ്ങൾ ആരും സംസാരിക്കാൻ പാടില്ല. ഈ താക്കീതാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ആരും ഇനി മാധ്യമങ്ങളിൽ പോയിട്ട് നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ പറയേണ്ടതുകൂടി പരസ്യമായിട്ട് ദീപാദാസ് മുൻഷി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നേ. രഹസ്യമായിട്ടല്ല അവരിത് പറഞ്ഞിരിക്കുന്നത്. നല്ല പ്രസ് കോൺഫറൻസ് നടത്തി കൃത്യമായി മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നിട്ട് ഞങ്ങൾ ഇവരെയൊക്കെ അങ്ങ് നേരെയാക്കാൻ തീരുമാനിച്ചു എന്ന് തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇന്നിപ്പോൾ നടന്നിരിക്കുന്ന ഈ യോഗത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഹൈക്കമാൻഡ് കേരളത്തിലെ നേതൃത്വത്തെ അവിശ്വാസത്തിൽ കാണുന്നു. കേരളത്തിലെ നേതൃത്വം ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വിജയിച്ചു വരാൻ കഴിയില്ല എന്നവർക്ക് ബോധ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ ആദ്യം ചെയ്യേണ്ടത് എന്താ പറയുക, നമ്മുടെ വീട് ആദ്യം വൃത്തിയാക്കുക എന്നൊരു പരിപാടി ഉണ്ടല്ലോ, അതാണ് യഥാർത്ഥത്തിൽ ഇന്ന് നടന്നിരിക്കുന്നത്. ശക്തമായ താക്കീതാണ് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ അതിനുശേഷം പുറത്തേക്ക് വന്നിട്ട് ഓരോ ആളുകളും സംസാരിച്ചത് എന്താണെന്നറിയാമോ? കെ സുധാകരൻ ഉണ്ടല്ലോ, ആരും
ആരും ചോദിച്ചില്ല കേട്ടോ. ഞാൻ ആ മാധ്യമ സമ്മേളനം കണ്ടു, ഒരാളും ചോദിക്കാതെ വാർത്താ സമ്മേളനം കഴിഞ്ഞിട്ട് കെ.സി. വേണുഗോപാലും ദീപാദാസ് മുൻഷിയും ബാക്കിയുള്ള എല്ലാ നേതാക്കളും തിരിഞ്ഞു പോകുമ്പം ആ പോഡിയത്തിലേക്ക് വന്നിട്ട് കെ. സുധാകരൻ പറയാണ്, ഞങ്ങൾ കേരളം തിരിച്ചു പിടിക്കാൻ തീരുമാനിച്ചു. ആരും ചോദിച്ചിട്ടൊന്നുമില്ല. അവിടെ നിന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ്, ഞങ്ങൾ കേരളം തിരിച്ചു പിടിക്കാൻ തീരുമാനിച്ചു, അതിനുവേണ്ടി ഞങ്ങൾ പണിയെടുക്കാൻ തീരുമാനിച്ചു. ഇത് കേരളം തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നത് ഇന്ന് രാവിലെ ആലോചിക്കേണ്ട കാര്യമല്ല, ഇന്ന് രാവിലെ പ്രവർത്തനം ആരംഭിക്കേണ്ട ഒരു കാര്യമല്ല. 2021 തുടർഭരണം ഉണ്ടാകുന്ന സമയം മുതൽ തന്നെ ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് കോൺഗ്രസ് ആലോചിക്കണ്ടേ 26 പിടിക്കണമെന്ന്? 21 പണി തുടങ്ങണ്ടേ? 2014 ലോക്സഭയിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടി വന്ന നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി അന്ന് സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം വീട്ടിൽ പോയി കിടന്ന് സുഖമായിട്ട് ഉറങ്ങായിരുന്നില്ല. 2019 പ്ലാൻ തീരുമാനിച്ചു അന്ന് രാത്രിയിൽ. പിന്നെ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്, അതാണ് റോഡ് മാപ്പ് ഉണ്ടാക്കുക എന്ന് പറയുന്നത്. 2019 പ്ലാൻ തീരുമാനിച്ച് നടപ്പാക്കിയപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയാവോ? 272 സീറ്റായിരുന്നു 2014-എങ്കിൽ 2019 303 സീറ്റാണ് BJP ഒറ്റയ്ക്ക് കിട്ടിയത്. അപ്പോൾ 2021 തീരുമാനം എടുക്കണമായിരുന്നു. ഇന്നിപ്പോൾ ഈ യോഗം നടത്തിയിട്ട് തീരുമാനിച്ചിരിക്കുന്നത് ഞങ്ങൾ തിരിച്ചു പിടിക്കാൻ തീരുമാനിച്ചു, പിടിച്ചെടുക്കാൻ തീരുമാനിച്ചു. പിന്നെ സംസാരിച്ചിട്ടുള്ള കൊടിക്കുന്നിൽ സുരേഷാണ്. ഒരു വാക്കേ പുള്ളി പറഞ്ഞിട്ടുള്ളൂ. ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഒറ്റ വരി ആവർത്തിച്ച് പറയുകയാണ്. എന്താണ് പറഞ്ഞത്? ഞങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കാൻ തീരുമാനിച്ചു. ഇതെന്താ പ്രശ്നം? ഒരു പാർട്ടിയല്ലേ ഇത്? ആ പാർട്ടിയിലെ ഒരു നേതാവിന്, അതും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗത്തിന് മാധ്യമങ്ങളോട് പറയേണ്ട ഒരു വാക്യമാണോ അത്? ഞങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കാൻ തീരുമാനിച്ചു എന്നുള്ളത്. ഒറ്റക്കെട്ടായി മുന്നോട്ട് നീങ്ങുമെന്ന് പറഞ്ഞാൽ പലകെട്ടായിരുന്നു എന്നല്ലേ അതിന്റെ അർത്ഥം? അപ്പൊ ആ പലകെട്ടാകണ്ട. ഇനി അങ്ങനെ പലകെട്ടായി നിന്നാൽ ഈ പണിക്ക് നിങ്ങളെ കൊള്ളത്തില്ല, നിങ്ങളെ മാറ്റി നിർത്തി മറ്റു കാര്യങ്ങൾ ആലോചിക്കേണ്ടി വരുമെന്ന് ഹൈക്കമാൻഡ് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, പറയണമല്ലോ. അത് തന്നെയല്ലേ ദീപാദാസ് മുൻഷി വളരെ വ്യക്തമായി പറഞ്ഞത്. ദിസ് ഈസ് എ ക്ലിയർ ഇൻഡിക്കേഷൻ ഫ്രം ദി ഹൈക്കമാൻഡ്. ഞങ്ങൾക്ക് ഹൈക്കമാൻഡിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന കൃത്യമായ സൂചന ഇതാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരാൾ ഇതിന് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ കൃത്യമായ നടപടി ഉണ്ടാകുമെന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. എന്ന് മാത്രമല്ല, ഞങ്ങൾ ടേക്ക് ഓവർ ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. അതായത് ഏപ്രിലിൽ മല്ലികാർജുൻ ഖാർഗെ എന്ന് പറയുന്ന AICC അധ്യക്ഷൻ തന്നെ നേരിട്ട് വന്നിട്ട് ഒരു കോൺഫറൻസ് നടത്തി റോഡ് മാപ്പ് തീരുമാനിച്ച് പിന്നെ അങ്ങോട്ടേക്ക് പ്രവർത്തന പരിപാടികളുമായിട്ട് പോകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ അർത്ഥത്തിൽ ഇന്നത്തെ ഹൈക്കമാൻഡ് യോഗം എന്ന് പറയുന്നത് ഈ പാളയത്തിൽ പടയില്ലാതാക്കാനുള്ള ശ്രമമായിരുന്നു. അവർ ജനങ്ങളെ വിശ്വസിക്കുന്നുണ്ടെന്നേ, അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ തമാശ. കേരളത്തിലെ ജനങ്ങളെ ഹൈക്കമാൻഡ് വിശ്വസിക്കുക. അവർ പറയുന്നത് എന്താ? ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഒരു ഭരണമാറ്റം. ആ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഭരണമാറ്റം നടപ്പിലാകണമെങ്കിൽ ആദ്യം നിങ്ങൾ നന്നാവണം. നിങ്ങൾ പരസ്പരം അടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് വിചാരിക്കുകയാണ് എങ്കിൽ പിന്നെ അവർ നിങ്ങളോടൊപ്പം ഉണ്ടാകില്ല. അതുകൊണ്ട് അവരെ ഡിസ്റെസ്പെക്ട് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ പാടില്ല, ഒരു പ്രതികരണവും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ പാടില്ല. ചുരുക്കത്തിൽ ഇവിടെ നിന്നുള്ള 10-25 പ്രമുഖരായ നേതാക്കളെ വിളിച്ചിരുത്തി AICC ആസ്ഥാനത്ത് 3 മണിക്കൂർ നടത്തിയ യോഗത്തിൽ ഇവരെ ശാസിക്കാനാണ് ഹൈക്കമാൻഡ് തീരുമാനിച്ചിട്ടുള്ളത്. അല്ലാതെ കേരളത്തിലെ ജനങ്ങളെ അവർ കൃത്യമായി കോൺഫിഡൻസിലെടുക്കുന്നു, വിശ്വാസത്തിലെടുക്കുന്നു. കുഴപ്പക്കാരെന്ന് പറയുന്നത് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ആളുകൾ തന്നെയാണെന്നുള്ളൊരു വിലയിരുത്തലല്ലേ ഇന്ന് ഹൈക്കമാൻഡ് നടത്തിയിരിക്കുന്നത്. അതാണ് ദീപാദാസ് മുൻഷി ഏതായാലും മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. നമ്മളാരും ആ യോഗത്തിലുണ്ടായിരുന്നില്ല, നാളെ ഇതിനെക്കുറിച്ച് തർക്കിക്കാൻ ഒരു കോൺഗ്രസ് നേതാവും വരികയും വേണ്ട. കാരണം ഞാൻ പങ്കെടുത്തിട്ടില്ല ആ യോഗത്തിൽ, അതുകൊണ്ട് അവിടെ എന്താ നടന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ആ യോഗത്തിന് ശേഷം AICCയുടെ ചുമതലയുള്ള ദീപാദാസ് മുൻഷി മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യങ്ങളിൽ നമ്മൾ വായിച്ചെടുക്കുന്നത് ഇവരാണ് കുഴപ്പം, ജനങ്ങൾ ഇവിടെ ഭരണമാറ്റം ആഗ്രഹിക്കുന്നു. അതിനെയാണല്ലോ കെ.സി. വേണുഗോപാലും പറഞ്ഞത്. ജനവിരുദ്ധ സർക്കാരാണ് കേരളത്തിലുള്ളത്, അതിനെ മാറ്റാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നു, അതിനുവേണ്ട പരിപാടികളുമായിട്ട് മുന്നോട്ട് പോവുക, അത് ഐക്യത്തോടെ മുന്നോട്ട് പോവുക, ഇല്ല എങ്കിൽ തിരിച്ചടി ഉണ്ടാകും എന്നൊരു വിലയിരുത്തലാണ് ഉണ്ടായിരിക്കുന്നത്. ആ അർത്ഥത്തിൽ ഇന്നത്തെ ഹൈക്കമാൻഡ് വിളിച്ചു ചേർത്ത ഈ യോഗം എന്ന് പറയുന്നത് പാളയത്തിൽ പട ഒഴിവാക്കാനും അനൈക്യമില്ലാതാക്കാനും വൃത്തിയാക്കൽ, ഒരു വീട് വൃത്തിയാക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാനും വേണ്ടിയിട്ടുള്ളതായിരുന്നു. ആ അർത്ഥത്തിൽ ഇവിടെയുള്ള നേതാക്കളെ വിളിച്ച് ശാസന തന്നെയാണ് അവർക്ക് ലഭിച്ചിട്ടുണ്ടായിരിക്കുക എന്നാണ് എൻ്റെ മനസ്സിലാക്കുന്നത്. ഐക്യം ഉറപ്പിച്ചു എന്നാണ് ചോദ്യം. ഇന്നത്തെ ഹൈക്കമാൻഡിൻ്റെ നേതാക്കളുടെ സമ്മേളനത്തിനു ശേഷം, യോഗത്തിനു ശേഷം യഥാർത്ഥത്തിൽ സംഭവിച്ചത് കേരളത്തിലെ കോൺഗ്രസിനുള്ളിൽ കേന്ദ്രഭരണമുണ്ടായി എന്നുള്ളതാണ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ, അതായത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിന് സമാനമായിരുന്നു. നമ്മൾ കേന്ദ്രഭരണം, രാഷ്ട്രപതി ഭരണം എന്നൊക്കെ പറയുന്നത് പോലെ കേരളത്തിലെ KPCCയിൽ കേന്ദ്രഭരണം ഉറപ്പിച്ച ഒരു ദിവസമായിരുന്നു എന്ന്. അപ്പോൾ കേന്ദ്രഭരണ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി, അതെ, അത് കേന്ദ്രഭരണ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയായി മാറി എന്നുള്ളതാണ്. നോക്കൂ, കേരളത്തിലെ തലമുതിർന്ന നേതാക്കൾ AK ആന്റണി, വയലാർ രവി, രമേശ് ചെന്നിത്തല, ഉമ്മൻചാണ്ടി, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, ഇവരൊക്കെ KPCCയുടെയും കേരളത്തിലെ കോൺഗ്രസിൻ്റെയും തലമെടുപ്പുള്ള നേതാക്കന്മാരായി നിന്ന കാലത്ത് നിന്നാണ് ഇന്ന് രാഹുൽ ഗാന്ധിക്ക് കേരളത്തിലെ നേതാക്കന്മാരോട് ഓർമ്മിപ്പിക്കേണ്ടി വരികയാണ്, നിങ്ങളുടെ അനൈക്യം ദോഷം ചെയ്യും എന്ന് പറയുന്നത്. ദീപാദാസ് മുൻഷി എന്ന് പറയുന്ന കേരളത്തിൻ്റെ ചുമതലയുള്ള ഒരു AICC ജനറൽ സെക്രട്ടറിക്ക് നേതാക്കളുടെ മുന്നിൽ വെച്ച് മാധ്യമങ്ങളോട് പറയേണ്ടി വരികയാണ്, ഭരണവിരുദ്ധ വികാരം ആഗ്രഹിക്കുന്ന കേരളത്തിലെ ജനങ്ങളെ നിരാശപ്പെടുത്തുന്നതൊന്നും അവരെ അപമാനിക്കുന്നതൊന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവാൻ പാടില്ലെന്ന് അവരുടെ മുന്നിലാണ് പറയുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ മുന്നിൽ എത്രയോ AICC കേരളത്തിന് ചുമതലയുള്ള ജനറൽ സെക്രട്ടറിമാർ വന്നു പോയിട്ടുണ്ട്. ഗുലാം നബി ആസാദ് വന്നിട്ടില്ലേ? അഹമ്മദ് പട്ടേൽ വന്നിട്ടില്ലേ? അഹമ്മദ് പട്ടേൽ ഉമ്മൻചാണ്ടിയും AK ആന്റണിയും മുൻപിൽ നിർത്തിയിട്ട് ഇങ്ങനെയൊരു വാചകം
പറയുന്നത് എപ്പോഴെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു നേതാവിനെ ഏതെങ്കിലും ഒരു മുതിർന്ന ACC ജനറൽ സെക്രട്ടറി ശാസിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇത് യഥാർത്ഥത്തിൽ നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞതുപോലെ പരസ്യമായ ശാസനയല്ലേ ഒറ്റ വാചകത്തിൽ? KC വേണുഗോപാൽ പറഞ്ഞ എന്താ? മാധ്യമങ്ങളിലൂടെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയാൻ പാടില്ല എന്നാണ്. എന്നിട്ട് പറഞ്ഞു ഹൈക്കമാൻഡിൻ്റെ നിരീക്ഷണത്തിലായിരിക്കും. നിരീക്ഷണം എന്ന് പറഞ്ഞാൽ എന്താ? ഹൈക്കമാൻഡ് എല്ലാവരെയും നിരീക്ഷിക്കുമല്ലോ, കേരളത്തെ മാത്രമല്ലല്ലോ, അതാണല്ലോ ഹൈക്കമാൻഡിൻ്റെ ജോലി. പക്ഷേ പ്രശ്നം എന്താ? അതൊരു കൺട്രോളായി മാറുകയാണ്. ഇതൊരു പ്രധാന വിഷയമാണെന്നേ. കേരളത്തിലെ നേതാക്കൾക്കിടയിലെ അനൈക്യമാണ് ഇന്നത്തെ ഹൈക്കമാൻഡിൻ്റെ യോഗ വിഷയം എന്ന് പറയുന്നത് തന്നെ. ആ ഐക്യം ഇല്ലായ്മ എന്നുള്ളത് പല ഘട്ടങ്ങളിലായിട്ട് നമ്മൾ കണ്ടതാണ്. ഇന്ന് രാവിലെ തന്നെ PJ കുര്യൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കണ്ടതല്ലേ ശശി തരൂരിനെതിരെ? എന്തായിരുന്നു PJ കുര്യൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്? ഇംഗ്ലീഷ് ഭാഷ നന്നായി സംസാരിക്കാൻ അറിയാവുന്നതല്ല സംസ്ഥാനത്തെ ഒരു മികച്ച കോൺഗ്രസ് നേതാവാകാനുള്ള യോഗ്യത എന്നാണ് PJ കുര്യൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ സോമനാഥിനെ പിടിച്ച് നിങ്ങൾ കോൺഗ്രസിൻ്റെ നേതാവാക്കുമോ എന്നുപോലും ചോദിച്ചു PJ കുര്യൻ. ചോദിക്കുന്നത് PJ കുര്യൻ, ചോദിക്കുന്നത് തരൂരിനെതിരെ. നോക്കൂ, അതിനുശേഷം നമ്മൾ എന്താ ഇന്ന് കേരള ഹൗസിൽ കണ്ടത്? ഒരു ഭാഗത്ത് ബെന്നി ബെഹനാൻ രമേശ് ചെന്നിത്തലയെ കാണാൻ പോകുന്നു, MM ഹാസനുമായി കൂടിക്കാഴ്ച നടത്തുന്നു. മറുഭാഗത്ത് അടൂർ പ്രകാശ് രമേശ് ചെന്നിത്തലയെ കാണാൻ പോകുന്നു. തിരക്കിട്ട നീക്കങ്ങൾ അവിടെ നടക്കുകയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ, പ്രത്യേകിച്ച് നേതാക്കൾക്കിടയിൽ ഐക്യമില്ല എന്നുള്ളൊരു വിഷയം ഹൈക്കമാൻഡ് തിരിച്ചറിഞ്ഞിട്ട് കുറച്ചു കാലമായി. പക്ഷേ അത് ഉറപ്പിച്ചത് 2 റിപ്പോർട്ടുകളിലാണ്. ഒന്ന് കനകോലുവിൻ്റെ റിപ്പോർട്ടും 2 ദീപദാസ് മുൻഷി കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടും. ദീപദാസ് മുൻഷി കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിലെ 2 ഭാഗങ്ങളിൽ ഒന്ന് കേരളത്തിലെ നേതാക്കൾക്കിടയിലുള്ള അനൈക്യം തന്നെയാണ് പ്രധാനപ്പെട്ട വിഷയം. എന്നാൽ അതിൽ വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട് കേരളത്തിൽ സർക്കാരിനെതിരെ ഒരു ഭരണവിരുദ്ധ വികാരം രൂപപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ആ ഭരണവിരുദ്ധ വികാരത്തെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന, രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ ഐക്യം കേരളത്തിലെ കോൺഗ്രസിലെ നേതാക്കൾക്കില്ല എന്നുള്ള വിവരം കൃത്യമായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കനകോലുവിൻ്റെ റിപ്പോർട്ടിൽ ഒരു പടി കൂടി കടന്നിട്ട് പറയുന്നുണ്ട് നിലവിലുള്ള KPCC അധ്യക്ഷനടക്കമുള്ള നേതൃത്വത്തിന് കേരളത്തിലെ ഈ ഐക്യത്തിലേക്ക് എത്തിക്കാനും ഈ ബൂത്ത് തലത്തിൽ ചലിപ്പിക്കാനുമുള്ള ശേഷിയില്ല എന്ന് പറയുന്നത്. ഈ 2 റിപ്പോർട്ടുകളും ഒരൊറ്റ പോയിന്റിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അത് കേരളത്തിലെ നേതാക്കൾക്കിടയിലെ അനൈക്യമാണ്. അതിൻ്റെ സൊല്യൂഷൻ എന്താണ് എന്നുള്ളിടത്താണ് 2 വഴികൾ വരുന്നത്. ഒന്ന്, ഹൈക്കമാൻഡ് പൂർണ്ണമായിട്ടുള്ള നേതൃത്വം ഏറ്റെടുക്കുക. KPCC അധ്യക്ഷൻ K. സുധാകരൻ അവിടെ ഇരിക്കും. പക്ഷേ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ പോകുന്നത് ദീപദാസ് മുൻഷിയിലൂടെ, രാഹുൽ ഗാന്ധിയിലൂടെ, KC വേണുഗോപാലിലൂടെ, മല്ലികാർജ്ജുൻ ഖർഗെ ആയിരിക്കും. അഥവാ ഹൈക്കമാൻഡ് ആയിരിക്കും. ഹൈക്കമാൻഡിൻ്റെ റിമോട്ട് ഭരണം, അഥവാ നേരിട്ട് നമ്മൾ പറഞ്ഞതുപോലെ കേന്ദ്ര ഭരണത്തിലുള്ള ഒരു KPCC ആയിട്ട് മാറുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ തർക്കം ഇന്നോ ഇന്നലെയോ അല്ലല്ലോ കാണാൻ തുടങ്ങുന്നത്. ഏറ്റവും ഒടുവിൽ രാഷ്ട്രീയകാര്യ സമിതിയിൽ അന്ന് VD സതീശൻ അവതരിപ്പിക്കാൻ ശ്രമിച്ച ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്ന സ്ട്രാറ്റജി ഒരു മികച്ച സ്ട്രാറ്റജി ആയിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ കണക്കുകൂട്ടൽ. പക്ഷേ ആ സ്ട്രാറ്റജിയെ പോലും തള്ളിപ്പറയാൻ ചില നേതാക്കളെ പ്രേരിപ്പിച്ചതിന് പിന്നിൽ ഈ അനൈക്യത്തിൻ്റെ സൂചനയാണ്. ഒരു ഭാഗത്ത് VD സതീശനെ അനുകൂലിക്കാത്ത ആളുകൾ, VD സതീശനും K. സുധാകരനും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം വേദിയിൽ തുറന്നു വരുന്നത് കണ്ടു. ഇതൊരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ അനൈക്യം ഇങ്ങനെ തുടരുകയാണ്. അപ്പോൾ അടൂർ പ്രകാശിനെതിരെ ചില നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. നമ്മൾ ചില സോഴ്സുകളിൽ നിന്ന് അറിയാൻ സാധിച്ചത് അടൂർ പ്രകാശിൻ്റെ ബിജു രമേശുമായിട്ടുള്ള ബന്ധത്തെ മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ KPCC അധ്യക്ഷ പദവി അട്ടിമറിക്കാൻ ചില നേതാക്കൾ നീക്കം തുടങ്ങിയിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിനെതിരെ ആരോപണം. അത് രമേശ് ചെന്നിത്തലയ്ക്ക് സഹിക്കില്ല. രമേശ് ചെന്നിത്തലയെ കുറിച്ച് വളരെ മോശമായി പറഞ്ഞ ആളാണ് ബിജു രമേശ്. അപ്പോൾ സ്വാഭാവികമായും രമേശ് ചെന്നിത്തലയുടെ പിന്തുണ അടൂർ പ്രകാശിന് കിട്ടാത്ത സാഹചര്യം ഉണ്ടാക്കുക എന്നതായിരുന്നു ആ നീക്കം. അതൊക്കെ നടന്നു. ഇവിടെ ഇത് നമ്മൾ മാധ്യമപ്രവർത്തകർക്കടക്കം ഈ വിവരങ്ങൾ ലഭിക്കുന്നത് ഇത്തരം നീക്കങ്ങൾ 24 മണിക്കൂറിനുള്ളിൽ കേരളത്തിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഇതാണ് ദീപദാസ് മുൻഷിയുടെ റിപ്പോർട്ടിൽ പറയുന്ന ഇന്ന് യോഗം ചർച്ച ചെയ്തിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയത്തിലെ ഒരു ഘടകം. കേരളത്തിലെ ഭരണവിരുദ്ധ വികാരത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കാനല്ല ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഊർജ്ജം ചെലവാക്കുന്നത്, ആഭ്യന്തര ശത്രുക്കളോട് കിടപിടിക്കാൻ വേണ്ടിയാണ്. ഇതാണ് പ്രശ്നം. കോൺഗ്രസിനുള്ളിലെ ആഭ്യന്തര ശത്രുക്കളെ തിരിച്ചറിയുക, അവൻ ആ അധികാരത്തിൽ പൊസിഷനിലേക്ക് എത്തുന്നത് തടയുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി നിൽക്കുന്നത്. ഇത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു വലിയ അപകടം മുന്നിൽ വയ്ക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ഇനി ആകെ പ്രതീക്ഷയുള്ളൊരു സ്റ്റേറ്റാണ് കേരളം. ആസാമിൽ വലിയ പ്രതീക്ഷയൊന്നും അവർ വയ്ക്കുന്നില്ല ഈ ഘട്ടത്തിലും. ഹിമന്ത ബിശ്വ ശർമ്മയും ഗൗരവ് ഗഗോയും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഇപ്പോൾ നിലവിൽ അവരുടെ പ്ലാറ്റ്ഫോം ആസാമിൽ അനുകൂലമാണ് BJPയെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ അവിടെയും ഒരു പോരാട്ടത്തിന് അവർ ഇന്നലെ ഗൗരവ് ഗഗോയുമായി ബന്ധപ്പെട്ട ചർച്ച ചെയ്തു. ഗൗരവ് ഗഗോയി ഇന്നലെ മാറ്റിയിട്ടില്ല. ഇന്നലത്തെ ആസാമിലെ ചർച്ചയിലും ഗൗരവ് ഗഗോയെ മാറ്റിയിട്ടില്ല. പക്ഷേ
ഈ തീരുമാനങ്ങൾ ഉണ്ടാവുന്നത് ചില ഘടനാപരമായ തീരുമാനങ്ങളിലായിരിക്കും. കാര്യം ശശി തരൂരിനെ അടക്കം അക്കോമഡേറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. വരുന്ന ദിവസങ്ങളിലായിരിക്കും ആ തീരുമാനങ്ങൾ ഉണ്ടാവുക. ഇവിടെ കെ സുധാകരനെ മാറ്റുക എന്നതിനും അപ്പുറത്തേക്ക് ഐക്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വളരെ ഗൗരവമേറിയ ചർച്ച നടന്നു. അതിന് 2 സൊല്യൂഷനുകളിൽ ഒന്ന്, കേന്ദ്രത്തിൻ്റെ റിമോട്ടിൽ KPCC കുറച്ചു കാലം മുന്നോട്ട് പോവുക. അതെങ്ങനെ മുന്നോട്ട് പോകുന്നുവെന്ന് നിരീക്ഷിച്ചതിന് ശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപായി വേണ്ടി വന്നാൽ ഈ നേതൃസ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റി അവിടെ ബെന്നി ബെഹനാനെയോ അടൂർ പ്രകാശിനെയോ എത്തിക്കുക. ഏറ്റവും ഒടുവിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഗ്രൗണ്ട് സപ്പോർട്ട് ഇന്നലെ വരെ അടൂർ പ്രകാശനായിരുന്നെങ്കിൽ അത് വളരെ പെട്ടെന്ന് ബെന്നി ബെഹനാൻ അനുകൂലമായി ഷിഫ്റ്റ് ചെയ്യുന്നു. എ ഗ്രൂപ്പിലും രമേശ് ചെന്നിത്തലയുടെയും ഭാഗത്തു നിന്നുള്ള പിന്തുണ ബെന്നി ബെഹനാൻ ഏറുന്നു. ക്രിസ്ത്യൻ സമുദായ വിഭാഗങ്ങളിൽ നിന്നുള്ള പിന്തുണ ബെന്നി ബെഹനാന് കിട്ടുന്നു. അതേസമയം ഈഴവ വോട്ട് ബാങ്ക് അതേപടി പിടിക്കാൻ രമേശ് ചെന്നിത്തലയ്ക്ക് കഴിയുമോ എന്ന ആശങ്ക ഉണ്ടാവുന്നു. കാരണം അപ്പുറത്ത് BDJS ശക്തമായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ ബെന്നി ബെഹനാനും അടൂർ പ്രകാശും അധ്യക്ഷ പദവിക്ക് വേണ്ടി സമ്മർദ്ദം ചെലുത്തുകയും മറുഭാഗത്ത് ഹൈക്കമാൻഡിൻ്റെ ഒരു റിമോട്ട് കേന്ദ്ര ഭരണം KPCCയിൽ വരാൻ പോകുന്നു എന്നതുമാണ് ഇന്നത്തെ യോഗത്തിന് ശേഷം നേതാക്കൾ നൽകിയ സൂചനകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒറ്റക്കെട്ടായി നിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് കൊടിക്കുന്നിൽ പറയുന്നത് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ പല കെട്ടുകളായിരുന്നു ഞങ്ങൾ, അതുകൊണ്ട് ഇനി ഒറ്റക്കെട്ടാവാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളൊരു ഏറ്റുപറച്ചിൽ കൂടിയായിരുന്നു. അല്ല, ഇതിനകത്ത് ഇപ്പൊ CPM സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന ഗോവിന്ദ മാസ്റ്റർ പറയാണ് ഞങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ AK ബാലൻ മന്ത്രി ഞങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ ചർച്ച അതിനുള്ളിലുണ്ടായിരുന്നു എന്നുള്ള അനൈക്യം. എന്താ സംശയം? മാത്രമല്ല, നോക്കൂ, ഈ 6 മുതൽ 9 തീയതി വരെ സംസ്ഥാന സമ്മേളനം നടക്കാൻ പോവുക. കേരളത്തിൽ ഏതെങ്കിലും മാധ്യമങ്ങൾ, ഏതെങ്കിലും നേതാക്കൾ ഗോവിന്ദൻ മാഷിനെ മാറ്റാൻ പോകുന്നുവെന്നോ ഗോവിന്ദൻ മാഷിന് പകരം മറ്റാരാണ് വരാൻ പോകുന്നത് എന്നൊരു ചർച്ച തുടങ്ങിയിട്ടില്ലല്ലോ. ഇല്ല. കാര്യം എന്താ? അവിടെ ആ പാർട്ടി അതിനുള്ളിൽ ആ തീരുമാനമെടുക്കുമ്പോൾ സ്വാഭാവികമായും ചർച്ചകൾ ഉണ്ടാവുന്നു എന്നതിനപ്പുറം ഒരു 3-4 ദിവസത്തെ ചർച്ചയ്ക്ക് അപ്പുറത്തേക്ക് അത് പോകുന്നില്ല എന്നുള്ളതാണ്. പാർട്ടി അതാണ് പറയുന്നത്. CPM എന്ന് പറയുന്ന പാർട്ടി ഒരു ഭാഗത്ത് വളരെ മികച്ച രീതിയിൽ ഓർഗനൈസ്ഡ് ആയി താഴെത്തട്ട് മുതൽ ലോക്കൽ കമ്മിറ്റി മുതൽ ബ്രാഞ്ച് കമ്മിറ്റി മുതൽ ഏരിയ കമ്മിറ്റി മുതൽ ജില്ലാ കമ്മിറ്റി മുതൽ സമ്മേളനങ്ങളെല്ലാം പൂർത്തിയാക്കി ചിട്ടയായി കേഡർ സ്വഭാവത്തോടുള്ള പോകുന്നു. നമ്മൾ കുറച്ച് നാൾ മുമ്പ് കേട്ടതല്ലേ സെമി കേഡർ ആക്കാൻ ഒരു നീക്കം നടത്തുന്നു. എപ്പോഴാണ് നമ്മളിത് കേട്ടത്? കെ സുധാകരൻ വരുമ്പോൾ. കെ സുധാകരൻ ഈ ചുമതല ഏറ്റെടുക്കുമ്പോൾ കെ സുധാകരൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഒരു CPMനെ പോലെ ഒരു കേഡർ പാർട്ടി അല്ലെങ്കിൽ പോലും ഇതിനെ ഒരു സെമി കേഡർ പാർട്ടിയാക്കി മാറ്റണം എന്നുള്ളതാണ്. അപ്പോൾ വലിയ ചർച്ചകൾ നടന്നു. എങ്ങനെയാണ് കോൺഗ്രസ് പോലെ ബഹുജന അടിത്തറയുള്ള ഒരു പാർട്ടിക്ക് ഒരു കേഡർ പാർട്ടിയായിട്ട് പ്രവർത്തിക്കാൻ കഴിയുക? അതിനെ ഏതാശയമാണ് യോജിപ്പിക്കുന്നതൊരു പ്രശ്നമുണ്ട്. കോൺഗ്രസ് യഥാർത്ഥത്തിൽ കേരളത്തിൽ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി ഞാൻ മനസ്സിലാക്കുന്നത് വിമർശനാത്മകമായി അതൊരു ബഹുജന പാർട്ടിയാണ്. അതിലേതെങ്കിലും തരത്തിലുള്ള വർഗമോ അതിലേതെങ്കിലും തരത്തിലുള്ള ഒരു പ്രത്യയശാസ്ത്രമോ ആ കോൺഗ്രസിനെ ഡ്രൈവ് ചെയ്യുന്നില്ല. ഇപ്പോൾ കോൺഗ്രസ് CPMനെ തൊഴിലാളി വർഗ്ഗ പാർട്ടി എന്നൊക്കെ പറയുന്നെങ്കിലും അതിൽ നിന്നൊക്കെ പാർട്ടി പോയി ഇൻവെസ്റ്റ് കേരള മീറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. അത് വേറൊരു തരത്തിൽ പറഞ്ഞാൽ അതിൽ പ്രത്യയശാസ്ത്രത്തിൽ നിന്നുള്ള മാറ്റമായിട്ടൊക്കെ വ്യാഖ്യാനിക്കാം, അഥവാ മൂർത്തമായ സാഹചര്യത്തിലെ മൂർത്തമായ മാറ്റമായിട്ടൊക്കെ പറയാം. പക്ഷേ കോൺഗ്രസിൻ്റെ കാര്യത്തിൽ എന്താ? സ്ഥാപിത താല്പര്യക്കാരായിട്ടിരിക്കുന്ന ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകളുടെ താല്പര്യ ഗ്രൂപ്പുകളുടെ കൂട്ടം എന്ന നിലയിൽ നിന്നും പാർട്ടിയുടെ ലീഡർഷിപ്പിൻ്റെ പിന്നിൽ അണിനിരന്നുകൊണ്ടിരുന്ന കോൺഗ്രസ് പാർട്ടിക്ക് മതേതരത്വത്തെ മുൻനിർത്തിയുള്ള പോരാട്ടങ്ങൾക്ക് കേരളത്തിൽ ഇന്നിപ്പോൾ ചോദിക്കണം ഏറ്റവും സെക്യുലറായ കേരളത്തിലെ പാർട്ടി ഏതാ എന്ന് ചോദിച്ചാൽ കേരളത്തിൽ 2 പാർട്ടിയുടെ പേര് എല്ലാവരും കണ്ണടച്ച് പറയും. CPMഉം അതായത് പ്രധാനമായിട്ടും CPMഉം കോൺഗ്രസുമാണ് എന്നെല്ലാവരും പറയും. കോൺഗ്രസ് എത്രത്തോളം മതേതരമാണോ അതിനേക്കാൾ ഒരു പടി കൂടി മതേതരമാണ് എന്ന് അവകാശപ്പെടുന്നവരാണ് CPIM. ഇനി ഈ തൊഴിലാളി വർഗത്തിന് ഗാന്ധിയൻ സോഷ്യലിസം നടപ്പിലാക്കാൻ പറ്റിയ പാർട്ടിയാണോ കേരളത്തിലെ കോൺഗ്രസ്? അതതിനേക്കാൾ CPMഉം അവകാശപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ക്ഷേമ പദ്ധതികൾ അവിടെ കണക്ക് പറഞ്ഞാണ് CPM പറയുന്നത്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തെ ക്ഷേമ പെൻഷൻ 600 രൂപയായിരുന്നെങ്കിൽ ഞങ്ങൾ ഇത് 1200 രൂപ കൊടുക്കുന്നു. അന്ന് ആശാവർക്കർമാർക്ക് 500 രൂപയാണ് കൂട്ടിയതെങ്കിൽ ഞങ്ങൾ 6000 രൂപ കൂട്ടിയിരിക്കുന്നു. അപ്പോൾ ക്ഷേമ പെൻഷനുകളുടെ കാര്യത്തിലാണെങ്കിലും അപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നതിന് കോൺഗ്രസിന് മുന്നിൽ ഒരു പ്രത്യയശാസ്ത്ര പദ്ധതിയില്ല. ദാറ്റ്സ് വെരി ക്ലിയർ. ഒരു പ്രത്യയശാസ്ത്രത്തെ മുൻനിർത്തിയല്ല തെരഞ്ഞെടുപ്പ് നേടാൻ പോകുന്നത്. കോൺഗ്രസ് ഒരു കാലത്തും ഒരു പ്രത്യയശാസ്ത്രത്തെ മുൻനിർത്തി സ്വാതന്ത്ര്യാനന്തരം കേരളത്തിൽ നേരിട്ടിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. പകരം അതിന് CPM വിരുദ്ധതയിൽ ഇടതുപക്ഷത്തിൻ്റെ വിരുദ്ധതയിൽ ആൻറ്റി ഇൻകുംബൻസിയെ ഡ്രൈവ് ചെയ്തുകൊണ്ടാണ് വ്യക്തമായ ലീഡർഷിപ്പിൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് എപ്പോഴും അധികാരത്തിൽ വന്നിരിക്കുന്നത്. ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ ഈ ഭരണവിരുദ്ധ വികാരത്തെ മറികടക്കാനുള്ള ഒരു ബദൽ ഇതുവരെയും കോൺഗ്രസിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. അതാണ് പ്രശ്നം. കോൺഗ്രസ് എത്ര സമരം സംഘടിപ്പിച്ചു ഉണ്ണി ബാലകൃഷ്ണൻ? എത്ര സമരങ്ങൾ! ഏറ്റവും ഒടുവിൽ സംഘടിപ്പിച്ച സമരമായിരുന്നില്ലേ മലയോര സമരജാഥ? അതിൻ്റെ അവസാനം നമ്മൾ അന്ന് പറഞ്ഞതുപോലെ ചർച്ചയിൽ പറഞ്ഞതുപോലെ നമ്മൾ ഓർമ്മിക്കുന്നുണ്ടോ? അതിനൊരു സമാപനം ഉണ്ടായോ? അതിനു മുൻപ് KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും കൂടി നടത്തിയ ഒരു ജാഥ ഉണ്ടായിരുന്നല്ലോ. ആ ജാഥയും അവസാനിച്ചത് നമ്മൾ കണ്ടോ? രക്ഷാപ്രവർത്തനത്തിൻ്റെ പേരിൽ കുപ്രസിദ്ധി നേടിയ നവകേരള സദസ്സിന് ബദലായിട്ട് ജനകീയ സദസ്സ് സംഘടിപ്പിച്ചില്ലേ? ആ ജനസദസ്സ് എത്ര എണ്ണം നമ്മൾ കണ്ടു? അപ്പോൾ കേരളത്തിൽ
ഇനി വരാൻ പോകുന്ന UDF ഇന്നലെ തീരുമാനിച്ചത് സമര പരമ്പര വേണം എന്നുള്ളതാണ്. ഇപ്പോൾ തീരദേശത്തെ ഹർത്താൽ, അതിൽ CPM പങ്കാളികളാവുന്നു, UDF പങ്കാളികളാവുന്നു. UDF ഒറ്റയ്ക്ക് സമരത്തെ നേരിടാമെന്ന് പറയുന്നു. വയനാട് രാപ്പകൽ സമരം നടന്നു. അതാണ് അടുത്ത കാലത്ത് ശ്രദ്ധേയമായ ഒരു ദിവസത്തെ സമരം രാപ്പകൽ സമരമാണ്. പല സമരങ്ങളും യൂത്ത് കോൺഗ്രസിലെ കുട്ടികൾ, ചെറുപ്പക്കാരിറങ്ങി സമരം ചെയ്യുന്നുണ്ട്. അവരാണ് വിസിബിൾ ആയിട്ടൊരു സ്ട്രൈക്കിംഗ് ഫോഴ്സ് ആയിട്ട് നിൽക്കുന്നത്. പക്ഷേ അവർ ഏറ്റെടുത്തിരിക്കുന്ന വിഷയങ്ങൾ നോക്കൂ. ആ വിഷയങ്ങൾ ആ സമരത്തിന് ശേഷം അവസാനിച്ചു പോകുന്നതല്ലേ നമ്മൾ കാണുന്നത്. ഏതെങ്കിലും കേരളത്തെ ചലിപ്പിക്കാൻ കഴിയുന്ന വലിയ സമരം ഏറ്റെടുത്തതായി കോൺഗ്രസിന് അവകാശപ്പെടാനില്ല. ദാറ്റ്സ് നമ്പർ 1. നമ്പർ 2, 2026 CPM സർക്കാരിൻ്റെ ആശയങ്ങൾക്ക് അപ്പുറം, പിണറായി സർക്കാരിൻ്റെ, രണ്ടാം പിണറായി സർക്കാരിൻ്റെ ഭരണത്തിനുമപ്പുറം മികച്ച ഭരണം ഉറപ്പാക്കുന്ന ഒരു ബദൽ മാനിഫെസ്റ്റോ തയ്യാറാക്കുന്നതിനുള്ള എന്ത് പ്രവൃത്തിയിലാണ് ഇവർ ഏർപ്പെട്ടിരിക്കുന്നത്? ഇതിലെല്ലാം പോട്ടെ, സംഘടനാപരമായി ബൂത്ത് തലത്തിൽ മുതൽ ഈ 21 കഴിഞ്ഞ തവണ ജയിച്ച 21 മണ്ഡലങ്ങൾക്കും അപ്പുറത്തേക്ക് ഒരു സീറ്റ് കൂടി വിജയിക്കാനുള്ള എന്ത് സ്ട്രാറ്റജിക്കലായിട്ടുള്ള പൊളിറ്റിക്കലി ഓർഗനൈസ്ഡ് ആയിട്ടുള്ള മൂവാണ് കോൺഗ്രസ് ചെയ്തിരിക്കുന്നത്? എന്ത് ആശയമാണ് അവർ ചെയ്തത്? ആ സ്ട്രാറ്റജിയായിരുന്നു VD സതീശൻ അവതരിപ്പിക്കാൻ ശ്രമിച്ചത്. 63 മണ്ഡലങ്ങളിലേക്ക് കൂടി ഫോക്കസ് ചെയ്തുകൊണ്ട് A-B-C എന്ന് ക്ലാസിഫൈ ചെയ്ത് ഓരോ മണ്ഡലത്തിലെയും പ്രത്യേകം സ്ട്രാറ്റജി വേണം എന്നത് നിർദ്ദേശിച്ചു. പക്ഷേ അതിനെ ആ നിമിഷം തന്നെ നമ്മൾ തള്ളിക്കളയുന്ന സാഹചര്യമാണ് രാഷ്ട്രീയകാര്യ സമിതിയിൽ തന്നെ കണ്ടത്. അപ്പോൾ ഐക്യം ഉറപ്പിച്ചു എന്ന ചോദ്യത്തിന് ഐക്യം ഉറപ്പിക്കാൻ വേണ്ടി പ്രതിജ്ഞ എടുത്തു എന്നതാണ് എൻ്റെ ടേക്ക്. അതാണ് ഇന്ന് കെ സുധാകരൻ പറഞ്ഞത്. ഞങ്ങൾ പ്രതിജ്ഞ എടുത്തു എന്നാണ് പറഞ്ഞത്. ഇന്ന് പ്രതിജ്ഞ എടുത്തു വന്നിരിക്കുന്നു. കൊച്ചു കേരളത്തിൻ്റെ ഭരണം UDF എത്തിക്കാൻ വേണ്ടി ഞങ്ങൾ പ്രതിജ്ഞ എടുത്തു വന്നിരിക്കുന്നു എന്നുള്ളതാണ്. പ്രതിജ്ഞ കൊണ്ട് മാത്രം കാര്യം നടക്കില്ല. 3 കാര്യങ്ങൾ അവിടെ നടക്കണം. അവിടെ ഒരു മെസ്സേജ് നിങ്ങൾ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കണം. എങ്ങനെയാണ് നിങ്ങൾ കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ UDF സർക്കാർ LDF സർക്കാരിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ കൊണ്ടുപോവുക? എങ്ങനെയാണ് കേരളത്തിലെ PWDയെ, റോഡുകളെ, ഇനി വരാൻ പോകുന്ന ഹൈവേകളെയൊക്കെ മുൻനിർത്തിയായിരിക്കും ചർച്ച വരാൻ പോകുന്നത്, മികച്ച രീതിയിലേക്ക് കൊണ്ടുപോകാൻ പോവുക? എങ്ങനെയാണ് നിങ്ങളുടെ വ്യാവസായികമായി കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പോവുക? എങ്ങനെയാണ് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ നിങ്ങൾ ഈ LDF സർക്കാരിൽ നിന്ന് വ്യത്യസ്തമായി മുന്നോട്ട് കൊണ്ടുപോകുക? പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, ഭക്ഷ്യ വിഷയത്തെ നിങ്ങൾ എങ്ങനെയാണ്, ഇതിനേക്കാളെല്ലാം അപ്പുറം കേരളത്തിൻ്റെ വരുമാനത്തെ നിങ്ങൾ എങ്ങനെയാണ് കൂട്ടാൻ പോകുന്നത്? എന്തും മെസ്സേജാണ് കൊടുത്തിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ പോരാടുന്നു എന്നതിനും അപ്പുറത്തേക്ക് ആ അർത്ഥത്തിലൊരു ഭരണമാറ്റത്തിലേക്ക് നയിക്കാവുന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. 1, ഒരു സ്ട്രാറ്റജി. 2, പാർട്ടി ഓർഗനൈസേഷൻ. 3, പാർട്ടിയുടെ ലീഡർഷിപ്പ്. ഇത് 3 ഒരുങ്ങിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അതിന് ഹൈക്കമാൻഡ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിലേക്കുള്ള ശ്രമം നടത്തണം എന്നുള്ള ഒരു അൾട്ടിമേറ്റം കൊടുക്കലായിരുന്നു. ആ അർത്ഥത്തിൽ ഒരുതരം ശാസനയായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നു, കേരളത്തിലെ കോൺഗ്രസിൽ ഹൈക്കമാൻഡിൻ്റെ കേന്ദ്ര ഭരണമാണ് ഇന്നത്തെ യോഗത്തിൻ്റെ സമാപ്തിയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ പരിണിത ഫലമായി ഞാൻ മനസ്സിലാക്കുന്നത്. ഐക്യം ഉറപ്പിച്ചോ എന്നാണ് ചോദ്യം. സുജയ, ഐക്യം ഉറപ്പിക്കാനായിട്ടുള്ള ശ്രമമാണ് നടന്നത് എന്ന് നേതാക്കൾ തന്നെ പറഞ്ഞ സ്ഥിതിക്ക് ഐക്യത്തിലായി അവരെല്ലാം മാറിയിട്ടുണ്ട്, എല്ലാവരും നന്നായി എന്ന് പറയുകയേ നിവൃത്തിയുള്ളൂ. അതുകൊണ്ട് ഐക്യം ഉറപ്പിച്ച ഒരു യോഗം പൂർത്തിയാകുമ്പോൾ ഉറപ്പിച്ചില്ല എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നാളെ കോൺഗ്രസ്സുകാരെല്ലാം വന്നിട്ട് പറയില്ലേ റിപ്പോർട്ടർ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞു എന്ന്. അപ്പോൾ അതുകൊണ്ട് ഐക്യം ഉറപ്പിച്ചു എന്ന് AICCയുടെ ജനറൽ സെക്രട്ടറി അടക്കം പറഞ്ഞ കാര്യം ഞാൻ എന്തായാലും വിശ്വാസത്തിലെടുക്കുകയാണ്. ഐക്യം ഉറപ്പിച്ചിട്ടാണ് ആ യോഗം പിരിഞ്ഞിരിക്കുന്നത്. ഡോക്ടർ അരുൺ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടെ കൃത്യമായി ഹൈക്കമാൻഡിൻ്റെ നിരീക്ഷണത്തിലാണ്, നിങ്ങൾ CCTV നിരീക്ഷണത്തിലാണ് എന്ന് പറയുന്നത് പോലെ ഓരോ നേതാവും ഇവിടെ നിന്ന് വിളിപ്പിച്ചിരിക്കുന്ന നേതാക്കളാരും ചില്ലറക്കാരല്ലല്ലോ. എല്ലാ നേതാക്കളും ഇനി CCTV സർവൈലൻസ് പോലെ ഹൈക്കമാൻഡിൻ്റെ സർവൈലൻസിലാണ്. അപ്പോൾ നിങ്ങൾ ഹൈക്കമാൻഡിൻ്റെ നിരീക്ഷണത്തിലാണ്. അത് VD സതീശനും കെ സുധാകരനും രമേശ് ചെന്നിത്തലയ്ക്കും തുടങ്ങി താഴേക്കുള്ള എല്ലാ നേതാക്കൾക്കും ബാധകമാണ് എന്ന് ഹൈക്കമാൻഡിൽ നിന്ന് കൃത്യമായി പറഞ്ഞിട്ടാണ് ഈ യോഗം പൂർത്തിയാകുന്നത് എന്നതാണ് ഈ പരസ്യ പ്രസ്താവനയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാത്ത പക്ഷം ഐക്യത്തിലാണ് നേരത്തെ ഉള്ള ഒരു സാധനമാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പറയേണ്ടല്ലോ ഞങ്ങൾ അതിലാണ്. ഇത് വീണ്ടും അവരെ തന്നെ സ്വയം വിശ്വസിപ്പിക്കാൻ ഓരോ നേതാവും ശ്രമിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. ഞങ്ങൾ ആരും തമ്മിൽ ഒരു പ്രശ്നവുമില്ല, പ്രത്യേകിച്ചും കെ സുധാകരനും VD സതീശനും തമ്മിൽ ഒരു പ്രശ്നവുമില്ല, ഞങ്ങൾക്ക് തമ്മിൽ ഒരു പ്രശ്നവുമില്ല, നിങ്ങൾക്കാണോ പ്രശ്നം എന്ന ലൈനിലേക്ക് ഇപ്പോൾ 2 നേതാക്കളും എത്തിയിട്ടുണ്ട് എന്നതാണ് അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ നമ്മൾ പല വേദികളിലായി, ഇപ്പോൾ ഇടതുപക്ഷത്തെക്കുറിച്ചൊക്കെ ഉണ്ണിസാർ പറഞ്ഞു, അതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം ഇടതുപക്ഷം പറഞ്ഞിട്ടൊന്നുമല്ല, പല വേദികളിലെയും പരസ്യമായ മാനിഫെസ്റ്റേഷൻ കണ്ടിട്ടാണ് നാട്ടുകാർക്ക് തന്നെ മനസ്സിലായത്. UDFന്റെ ഘടകകക്ഷികൾ തന്നെ ഇടതുപക്ഷം പറഞ്ഞു എന്നല്ല ഞാൻ പറയുന്നത്. കെ സുധാകരൻ പോയിട്ട് ഹൈക്കമാൻഡിനോട് പറഞ്ഞിരിക്കുന്നത് ഇടതുപക്ഷം ഇങ്ങനെ ഒരു അജണ്ട ഉണ്ടാക്കി വെച്ചിട്ട് അങ്ങനെ ചെയ്യുന്നു എന്നാണ്. അത് കെ സുധാകരന്റെ വാദമുഖമാണ്. ശരി, അപ്പോൾ കെ സുധാകരൻ അങ്ങനെ പോയി പറഞ്ഞാലും അതെല്ലാം കണ്ണടച്ച് വിഴുങ്ങാൻ നിൽക്കുന്നവരല്ല കേന്ദ്ര നേതൃത്വത്തിൽ ഇരിക്കുന്നത് എന്നത് വ്യക്തമായ കാര്യമാണ്. പ്രത്യേകിച്ചും അവിടെയുള്ള ആളുകൾക്ക് കൃത്യമായി എന്താണ് കേരളത്തിൽ നടക്കുന്നത്, ഈ നേതാക്കൾ എന്താണ് പറയുന്നത്. നിങ്ങളിപ്പോൾ നിരീക്ഷണത്തിലാണ് എന്ന് ഇവരോട് പറഞ്ഞെങ്കിൽ 1 കൊല്ലം മുന്നേ അവർ നിരീക്ഷണത്തിലായി കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് വസ്തുത. ഇവരെ എല്ലാവരെയും കൃത്യമായി
നിരീക്ഷിക്കുകയും ഓരോരുത്തരുടെയും ഈഗോ എത്രത്തോളം പുറത്തേക്ക് വരുന്നുണ്ട് എന്നതും ഹൈക്കമാൻഡ് കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞു എന്നുള്ളതും ഒരു വസ്തുതയാണ്. ദീപാദാസ് മുൻഷിക്ക് ഇക്കാര്യത്തിലുണ്ടായ അതൃപ്തി അവർ യോഗത്തിലേക്ക് വന്നപ്പോൾ രാഷ്ട്രീയകാര്യ സമിതി യോഗമടക്കം നടക്കുന്ന വേളയിലായാലും ഇവിടെ കേരളത്തിൽ തന്നെ അവർ ആ അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുള്ളതുമാണ്. അത് കൃത്യമായി വാർത്തയാവുകയും ചെയ്തതാണ്. ഇനിയിപ്പോൾ മാധ്യമങ്ങളെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തെയൊക്കെ പഴി പറഞ്ഞതുകൊണ്ട് കോൺഗ്രസിന് ഒരു കാര്യവുമില്ല. കോൺഗ്രസ് ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഐക്യം അത് അവിടെ തന്നെ ഇരിക്കട്ടെ. അതാണ് കോൺഗ്രസിന് നല്ലത്. ആ ഐക്യത്തിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ ആകെ മൊത്തം തവിടുപൊടിയാകുന്ന സാഹചര്യത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം നിൽക്കുകയാണ് എന്നതാണ് വസ്തുത. ഇവിടെ കെ സുധാകരനൊപ്പം തുടർന്നു പോകാൻ സംസ്ഥാനത്തെ നേതാക്കളിൽ ഏറ്റവും ബുദ്ധിമുട്ട് ആർക്കാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഒരു പ്രശ്നവുമില്ല എന്ന് പറയുന്ന വി ഡി സതീശൻ്റെതാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ളതായി നമ്മൾ പരസ്യമായി കണ്ടിട്ടുള്ളത്. മറ്റ് നേതാക്കൾ ആരും ഈ മൈക്ക് നീക്കി വെക്കുന്നതടക്കം അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ മുന്നേ എന്ന മട്ടിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു കോമ്പറ്റീഷൻ, ഇതൊരു കോമ്പറ്റീഷൻ ഐറ്റമായിട്ടാണല്ലോ ഇപ്പോൾ എടുത്ത് കാട്ടിക്കൊണ്ടിരുന്നത്. അതാണല്ലോ ലീഗ് അടക്കമുള്ള ഘടകകക്ഷികളെ എതിർപ്പായി ചൂണ്ടിക്കാട്ടിയതും. ഈ നേതാക്കൾ തമ്മിലുള്ള കോമ്പറ്റീഷൻ ഇങ്ങനെ പോയാൽ, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ ഭരണം കിട്ടുമോ എന്നുള്ള കോമ്പറ്റീഷനിലല്ല അവരുടെ ശ്രദ്ധ. ഭരണം കിട്ടിക്കഴിഞ്ഞിട്ടുള്ള മുഖ്യമന്ത്രിയായി ഞാൻ വരണം എന്നുള്ള കാര്യത്തിലേക്ക് കോമ്പറ്റീഷൻ അവർ ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് പതുക്കെ തിരിച്ച് ഹൈക്കമാൻഡ് യഥാർത്ഥ ഫോക്കസിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. നിങ്ങൾ ആദ്യം ഒന്ന് പ്രവർത്തിച്ച് പാർട്ടിയെ ഒന്ന് ജയിപ്പിക്കൂ, മുന്നണിയെ ഒന്ന് അധികാരത്തിലെത്തിക്കൂ, അതിനുശേഷം നിങ്ങൾക്ക് മുഖ്യമന്ത്രിയോ മന്ത്രിയോ ഒക്കെ ആകണമെന്നുണ്ടെങ്കിൽ അധികാരം വേണമല്ലോ. ഇന്നിപ്പോൾ ഈ ഐക്യത്തിലാണ് എന്നതിനെ ഞാനൊരു സത്യപ്രതിജ്ഞാ ചടങ്ങ് പോലെ കാണാനാണ് ആഗ്രഹിക്കുന്നത്. അതായത് കേന്ദ്രത്തിലോ കേരളത്തിലോ സത്യപ്രതിജ്ഞ ചെയ്യാൻ ഒരു ക്യാബിനറ്റിന്റെ ഓത്ത് ടേക്കിംഗ് ഒക്കെ നടത്തിയിട്ട് കുറേ കാലമായല്ലോ. കേരളത്തിലായാലും കേന്ദ്രത്തിലായാലും, ഓഫ് കോഴ്സ് കർണാടകത്തിലൊക്കെ ഉണ്ട്. പക്ഷേ കേരളത്തിലും കേന്ദ്രത്തിലും ഇങ്ങനെ ഭരണമില്ലാതെ ഇരിക്കുന്നു എന്ന് പറയുന്നത് കോൺഗ്രസിന് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു സംസ്ഥാനത്ത്, അതും ശക്തമായ ഒരു പ്രസൻസായി വരാൻ സാധ്യതയുള്ള ഒരു സംസ്ഥാനത്ത്, കേരളമാണ് ഏറ്റവും കൂടുതൽ കോൺഗ്രസിന് തിരിച്ചു വരാൻ സാധ്യതയുള്ള സംസ്ഥാനം. ആ സാധ്യത ഇല്ലാതാക്കുന്നത് LDF അല്ലെങ്കിൽ BJP അല്ലെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങളോ അല്ല, അവർ തന്നെയാണ്, കോൺഗ്രസ് തന്നെയാണ്. 2021 കൃത്യമായ ഒരു മാസ്റ്റർ പ്ലാനോടുകൂടി 2016 to 2021 കൃത്യമായ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടായിരുന്നെങ്കിൽ തുടർഭരണം ഉണ്ടാകില്ലായിരുന്നു. കൃത്യമായി ഇടതുപക്ഷത്തിന്റെ കയ്യിലേക്ക് അധികാരം വെച്ചു കൊടുക്കുകയായിരുന്നു. അന്നും കോൺഗ്രസിന്റെ ഒരു കാര്യക്ഷമത ഇല്ലായ്മ തന്നെയാണ്. അപ്പോൾ ആ കാര്യക്ഷമത ഇല്ലായ്മയുടെ ആവർത്തനം, അതായത് പ്രതിപക്ഷം 1, പ്രതിപക്ഷം 2, പ്രതിപക്ഷം 3 പോകാതെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഉറപ്പായും പ്രതിപക്ഷം 3 2026 കാണാൻ പോകുന്നത് കൃത്യമായി പണിയെടുത്തില്ലെങ്കിൽ, അത് ഇന്നിപ്പോൾ ഹൈക്കമാൻഡ് വൃത്തിയായി ഈ നേതാക്കളെ എല്ലാം വിളിച്ചു വരുത്തി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. MP-മാരുടെ മാത്രം യോഗമല്ല വിളിച്ചത്, AICC ഭാരവാഹികളായവർ അല്ലെങ്കിൽ ചുമതലകൾ നൽകിയിരിക്കുന്നവർ, അങ്ങനെയൊന്നുമല്ല ഈ യോഗം വിളിച്ചിരിക്കുന്നത്. കൃത്യമായി ആളുകളെ ഹാൻഡ് പിക്ക് ചെയ്താണ് ഈ യോഗത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ആ ഒരു മുറിയിലിരുന്ന നേതാക്കൾ ആരൊക്കെയാണ് എന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ മല്ലികാർജ്ജുൻ ഖർഗെ തന്നെ എക്സിൽ ഇപ്പോൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നേതാക്കൾ ആരൊക്കെ പങ്കെടുത്തു, അതിൽ നമ്മുടെ ബിന്ദുകൃഷ്ണയടക്കം എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തരും ചെയ്യേണ്ട ഓരോരുത്തരുടെയും റോൾ എന്താണ്, പിന്നെ ഒന്നിച്ച് നിന്നുകൊണ്ട് ചെയ്യേണ്ട ഉത്തരവാദിത്തം എന്താണ്, അത് ഈ തെരഞ്ഞെടുപ്പിലേക്ക് പാർട്ടിയെ നയിക്കുക എന്നതാണ്. സംസ്ഥാനത്ത് 25,177 ബൂത്ത് കമ്മിറ്റികളാണ് കോൺഗ്രസിനുള്ളത്. ഈ നേതാക്കൾ, ഈ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ മത്സരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഐക്യത്തിലാണ് എന്ന് പറയുന്ന നേതാക്കൾക്ക് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ ഈ എല്ലാ കമ്മിറ്റിയും ഇപ്പോൾ ആക്റ്റീവാണ്, സക്രിയമാണ് എന്ന്? ഇതിൽ പകുതിയും നിർജീവമാണ് എന്ന് സുനിൽ കനകുലുവിന്റെ റിപ്പോർട്ടിലുണ്ട്. 9 DCC നിർജീവമാണ്. അതെ. അപ്പോൾ ഈ പ്രവർത്തിക്കാത്ത മണ്ഡലങ്ങൾ, അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ ആറ്റിങ്ങലൊക്കെ നേരത്തെ തന്നെ ഹിന്റ് കൊടുത്തതാണ് കൈവിട്ടു പോകുമെന്ന്. എന്തോ ഒരു ഭാഗ്യത്തിന് അടൂർ പ്രകാശിന് ആറ്റിങ്ങൽ നിന്ന് പോയതാണ്. അത് അടൂർ പ്രകാശിന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഇലക്ഷൻ മാനേജ്മെന്റ് കൊണ്ട് മാത്രമാണ്, കോൺഗ്രസിന്റെ മാത്രമായി അതിനെ കാണാനും കഴിയില്ല. പക്ഷേ അത് നേരിയ ഭൂരിപക്ഷത്തിന് മാത്രമുള്ള ഒരു വിജയമാണ്. മാത്രമല്ല BJPക്ക് അവിടെ വോട്ട് ഉയർന്നിരിക്കുന്നത് കൃത്യമായ ഒരു സൂചനയാണ്. അപ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ 11 ഇടങ്ങളിൽ BJP നിയമസഭാ മണ്ഡലങ്ങളിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. CPM-നോട് മാത്രം മത്സരിച്ചാൽ പോരാ കോൺഗ്രസിന്. അതുകൊണ്ടാണ് ഹൈക്കമാൻഡ് വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു കൊടുത്തത്, നിങ്ങൾ ഒന്നുകിൽ ഫൈറ്റ് ചെയ്യൂ, അല്ല എങ്കിൽ അടുത്ത തവണയും പ്രതിപക്ഷത്തിരിക്കേണ്ട ഗതികേടിലേക്ക് പാർട്ടി പോകും. അതിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന് ആലോചിക്കാൻ കഴിയുമോ? ഉണ്ണിസാർ ഒന്ന് ആലോചിച്ച് നോക്കുക, 3ാം തവണയും കേരളം പോലൊരു സംസ്ഥാനത്ത് മാറി മാറി ഇങ്ങനെ ഭരിച്ചുകൊണ്ടിരുന്നിട്ട് UDF എന്ന് പറയുന്ന ഒരു സംവിധാനം 3ാമതും പ്രതിപക്ഷത്തിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഗൊക്കെ ഇത് എങ്ങനെ സഹിക്കും? ലീഗൊക്കെ ഇത് സഹിച്ച് UDF-ൽ തന്നെ തുടരും. അങ്ങനെയുള്ള പല പല കാര്യങ്ങളുണ്ട്. UDF-ന്റെ ഏകോപന സമിതി ഈ ഡൽഹി യോഗത്തിന് മുമ്പേ ഇവിടെ കൊച്ചിയിൽ നടന്നിരുന്നല്ലോ. അപ്പോൾ അതിലടക്കം ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ എന്തൊക്കെയാണ് വേണ്ടത് എന്ന ചർച്ചയായിരുന്നു. അതുപോലെ നേതാക്കളുടെ തമ്മിലടി, അത് ഹൈക്കമാൻഡിനെ അറിയിക്കാനായി ലീഗ് ഒരുങ്ങുന്നു എന്നുള്ള വാർത്തകൾ വന്നിരുന്നു. വലിയ ശക്തമായ വിമർശനം ഉന്നയിച്ചു. അതെ, ഘടകകക്ഷികൾ ഈ വിഴുപ്പലക്കലിൽ വലിയ അതൃപ്തിയാണ് അറിയിച്ചിരിക്കുന്നത്. അതും ഹൈക്കമാൻഡിന്റെ CCTV-യിൽ പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ CCTV-യിൽ നിന്നുള്ള കൃത്യമായ വിവരങ്ങളെല്ലാം വെച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ യോഗം വിളിച്ചിരിക്കുന്നത്. ഇനി കെ സുധാകരനിലേക്ക് വരാം. കഴിഞ്ഞ 3.5 വർഷമായിക്കാണ് കെ സുധാകരൻ പാർട്ടി പ്രസിഡന്റായിട്ട്. ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് ഒരു കെ സുധാകരൻ
KPCC പ്രസിഡന്റായി ഒരു 10 മാസം കഴിഞ്ഞപ്പോൾ തൊട്ട് സുധാകരനെ മാറ്റാൻ തുടങ്ങിയതാണ്. കെ സുധാകരനെ മാറ്റുന്നു, അടുത്തതായി ഇന്ന ആളുകൾ വരുന്നു, സാമുദായിക സന്തുലിതാവസ്ഥ പാലിച്ചുകൊണ്ടുള്ള നിയമനം എന്നൊക്കെ പറഞ്ഞുള്ള ചർച്ചകൾ അപ്പോൾ മുതൽ നടക്കുന്നുണ്ട്. പക്ഷേ ഇക്കഴിഞ്ഞ 3 ഉപതെരഞ്ഞെടുപ്പുകളിലെ വിജയം, ലോക്സഭയിലെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പെർഫോമൻസ്, അതുപോലെ തന്നെ തദ്ദേശ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ റിസൾട്ടിലും നല്ല പെർഫോമൻസ് ആണ് കോൺഗ്രസിന് കാഴ്ചവെക്കാൻ കഴിഞ്ഞത്. ഇടതുപക്ഷം നല്ല പ്രകടനം പുറത്തെടുത്തു, എങ്കിലും കോൺഗ്രസിന് അത്ര മോശം പ്രകടനമല്ല എന്നതടക്കം ഇതെല്ലാം കെ സുധാകരന്റെ കീഴിലല്ലേ, അദ്ദേഹമല്ലേ പാർട്ടിയുടെ പ്രസിഡന്റ്. അപ്പോഴീ കെ സുധാകരൻ കൊള്ളില്ല, കെ സുധാകരന്റെ ആരോഗ്യം മോശമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കെ സുധാകരനെ മാറ്റണമെന്ന് വാദിക്കുന്ന വിഭാഗത്തെക്കാൾ ശക്തി മാറ്റേണ്ട എന്ന് വാദിക്കുന്ന വിഭാഗത്തിനായിരുന്നു എന്നതും നമ്മൾ ഈ വിഷയത്തിൽ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കെ സുധാകരനെ മാറ്റുന്ന ചർച്ചയിൽ നിന്ന് തെന്നി മാറിയത് എന്നത് വേണം ഈ സാഹചര്യത്തിൽ നിന്ന് ഞാൻ എത്തുന്ന നിഗമനമാണ്. കാര്യങ്ങൾ ഭംഗിയായി പോകുന്നതിനാൽ സുധാകരനെ മാറ്റേണ്ട എന്ന കെ മുരളീധരന്റെ തുറന്ന അഭിപ്രായ പ്രകടനം, അതോടൊപ്പം രമേശ് ചെന്നിത്തലയ്ക്കും കെ സുധാകരന്റെ പക്ഷം പിടിക്കാനാണ് താല്പര്യം. ഇവിടെ KC വേണുഗോപാൽ വളരെ വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ടാക്ടിക്സിലേക്കാണ് പോയിരിക്കുന്നത് എന്നതാണ് എനിക്ക് ദൂരെ നിന്ന് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് രണ്ട് പക്ഷവും പിടിച്ചിട്ടില്ല, കെ സുധാകരന്റെയും പക്ഷമില്ല, VD സതീശന്റെയും പക്ഷമില്ല, പ്രത്യേകിച്ച് ആർക്കും ഒരു പിന്തുണയും നൽകാൻ പോകുന്നില്ല എന്ന നിലപാടെടുത്ത് ഇന്നത്തെ ഈ നേതൃമാറ്റ ചർച്ചകളിലടക്കം ഓരോ നേതാക്കളും അഭിപ്രായങ്ങൾ പറയാനായി കൂടിക്കാഴ്ചയ്ക്കായി ചെല്ലുമല്ലോ. അപ്പോഴായാലും ഇക്കാര്യത്തിൽ പക്ഷം പിടിക്കേണ്ടതില്ല, ഹൈക്കമാൻഡ് ഒന്നിച്ചു പോകാനുള്ളൊരു തീരുമാനം എടുക്കണം എന്ന നിലപാടിലേക്ക് ദീപാദാസ് മുൻഷിയും KC വേണുഗോപാലും രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖർഗെയും അടക്കം എല്ലാവരും എത്തിയതിന്റെ ഒരു പ്രതിഫലനമാണ് നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നത്. എന്തായാലും അഹമ്മദാബാദ് സെഷൻ ഏപ്രിലാണ് നടക്കാൻ പോകുന്നത്, 1 മാസത്തിന്റെ അകലമേ ഉള്ളൂ. എന്തായാലും അതുവരെ പകരം ആരെന്നുള്ള ഒറ്റ മറുപടിയിലേക്ക് എത്തുന്നതുവരെ KS എന്ന കെ സുധാകരൻ തുടരാൻ തന്നെയാണ് സാധ്യത. കാരണം അടൂർ പ്രകാശ് ആയാലും ബെന്നി ബെഹനാൻ ആയാലും ഇതിലേക്കെല്ലാം ഒരു സിംഗിൾ ചോയ്സിലേക്ക് എത്തുക എന്ന് പറയുന്നത് കോൺഗ്രസ് പോലുള്ള ഒരു പാർട്ടിയിൽ എളുപ്പമല്ല. നേരത്തെ ഡോക്ടർ അരുൺ പറഞ്ഞതുപോലെ CPIMന്റെ സമ്മേളനത്തിൽ പെട്ടെന്ന് പ്രസിഡന്റിനെ തീരുമാനിക്കും, BJPയുടേതാണെങ്കിൽ ഡൽഹിയിൽ നിന്ന് തീരുമാനിച്ച് ഇങ്ങോട്ട് അറിയിക്കും, ഇവിടെ നിന്ന് വേറെ ചർച്ചയൊന്നും നടക്കില്ല. പക്ഷേ അങ്ങനെ രണ്ടുമുള്ള ഒരു കേഡർ സംവിധാനം അല്ലല്ലോ കോൺഗ്രസിനുള്ളത്. അപ്പോൾ ആ ഗ്രൂപ്പുകളെയും തമ്മിലടിയും പേര് നിർദ്ദേശിക്കലും ഒന്നും വേണ്ട എന്ന് കൃത്യമായി നല്ല വെടിപ്പായി എന്ന് പറഞ്ഞു വിട്ടിരിക്കുകയാണ് ഈ നേതാക്കളോട് എല്ലാവരോടും. പ്രത്യേകിച്ച് ഏതെങ്കിലും ഒന്നോ രണ്ടോ നേതാക്കളോടല്ല, പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളെയും വിളിച്ചിരുത്തിയിട്ട് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് അവർ മനസ്സിലാക്കിയാൽ കൊള്ളാം. ഇനിയൊരു കണക്കൂടെ പറയാം. രാജ്യത്ത് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്ന ഭാരത് ജോഡോ യാത്ര ഓർമ്മയുണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഒരു റിസൾട്ട് അത് എൻഹാൻസ് ചെയ്യാൻ എത്രത്തോളം കേരളത്തിലെ നേതാക്കൾ ശ്രമിച്ചു, കേരളത്തിൽ ആ രീതിയിലുള്ള ഒരു പ്രകടനം അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു വിഷയം ഏറ്റെടുത്തുകൊണ്ട് ശക്തമായി സർക്കാരിനെതിരെ രംഗത്ത് വരാനൊക്കെയുള്ള സമയമാണ് ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പോയ സമയമൊന്നും തിരിച്ചു കിട്ടില്ല, ഹൈക്കമാൻഡ് ഇടപെട്ടാലും പോയ സമയം പോയത് തന്നെയാണ്. അതേസമയം ഇടതുപക്ഷം കൃത്യമായി എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ക്ഷേമ പെൻഷന്റെ കുടിശ്ശിക കൊടുക്കുന്നു, അതുപോലെ തന്നെ ആശാ വർക്കർമാരുടെ സമരത്തിലായാൽ പോലും ആളുകളെ കൺവിൻസ് ചെയ്യുന്ന രീതിയിലേക്കുള്ള മറുപടികൾ അവർ കൃത്യമായി കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഞങ്ങൾ വന്നതിന് ശേഷമാണ് ഇത്രയും കൂട്ടിയത്. ഇപ്പോൾ ഇപ്പുറത്ത് നിൽക്കുന്ന കോൺഗ്രസ് എന്താണ് അതാ പാർട്ടിക്കുള്ളിൽ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അവർ പറയുന്ന ഒരു കാര്യം, അതിപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ക്യാപ്സൂൾ എന്നൊക്കെ കളിയാക്കുമെങ്കിൽ പോലും ആ ഒറ്റ ശബ്ദത്തിന് വേറെ എതിരഭിപ്രായവും വരുന്നില്ല. അത് കൃത്യമായി ആളുകളിലേക്ക് ഇങ്ങനെ പാസ് ചെയ്ത് പോവുകയാണ്. അങ്ങനെയുള്ള ഒരു കൂട്ടായ നേതൃത്വം കോൺഗ്രസിന് ഉണ്ടാകാതെ കേരളത്തിൽ കോൺഗ്രസിന് രക്ഷപ്പെടാൻ കഴിയില്ല. അതിനു വേണ്ടിയിട്ടുള്ള അവസാന ശ്രമമാണ് ഹൈക്കമാൻഡ് ഇപ്പോൾ നടത്തുന്നത്. എന്തായാലും ഈ മല്ലികാർജ്ജുൻ ഖർഗെ പറഞ്ഞ വാചകം പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയാണ് ഞങ്ങൾ അവിടെ ചർച്ച ചെയ്തത് എന്നതാണ്. അപ്പോൾ ഈ സ്ട്രാറ്റജി, ഈ തന്ത്രം എന്ന് പറയുന്നത് കൂട്ടായ്മയുടെ തന്ത്രമാണ്. അതിനായി നിരീക്ഷിച്ച് ഇപ്പോൾ ക്ലാസ്സിൽ കൃത്യമായി കുട്ടികൾ ക്ലാസ്സിൽ തന്നെ ഇരിക്കുന്നുണ്ടോ എന്നറിയാൻ ക്ലാസ് റൂമുകളിലൊക്കെ CCTV വെച്ചിട്ടുള്ള സർവൈലൻസ് പ്രിൻസിപ്പൽ നടത്തുന്നത് പോലെ ഹൈക്കമാൻഡ് എന്ന പ്രിൻസിപ്പലിന്റെ CCTV സർവൈലൻസിലേക്ക് കൃത്യമായി എത്തിക്കഴിഞ്ഞിരിക്കുന്നു കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം. അവർക്ക് സേ ഉണ്ടായിരുന്നു, എതിരഭിപ്രായം പറയാനായിട്ടുള്ള റൈറ്റ് ഉണ്ടായിരുന്നു, അതെല്ലാം അവിടെ നിൽക്കുകയാണ്. അതെല്ലാം തൽക്കാലത്തേക്കൊന്ന് മാറ്റിവെച്ചു. നിങ്ങളെ ഇങ്ങനെ അഴിച്ചു വിട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾ ആകെ അലമ്പാക്കി, അതുകൊണ്ട് ഇനി ഞങ്ങൾ കാര്യങ്ങൾ നിയന്ത്രിച്ചോളാം, നിങ്ങൾ അതനുസരിച്ചാൽ മതി എന്ന കൃത്യമായ നിർദ്ദേശം കൊടുത്തിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കേരളത്തിൽ 5% വോട്ട് ഡിക്ലൈൻ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ കണക്ക് വെച്ചുകൊണ്ട്. അപ്പോൾ അതൊക്കെ നോക്കേണ്ടതുണ്ട്. BJPക്ക് ഗ്രോത്തും കോൺഗ്രസിന് 5% ഡിക്ലൈൻ ആണ്. അപ്പോൾ പോയ 5% തിരിച്ചു കൊണ്ടുവരണം. ഇടതുപക്ഷത്തേക്ക് പോയിട്ടുള്ള മതന്യൂനപക്ഷങ്ങളുടെ അടക്കം വോട്ടുകൾ ഉണ്ടെങ്കിൽ അതടക്കം തിരിച്ചു കൊണ്ടുവരണം. വലിയ കാര്യങ്ങൾ ചെയ്യാനുള്ള സമയത്ത് തമ്മിലടിച്ച് ഞാനാണോ നീയാണോ മുന്നിൽ എന്ന് തർക്കിച്ചുകൊണ്ടിരുന്നാൽ കേരളത്തിൽ കോൺഗ്രസിന് ഇനി തിരിച്ചു വരവെന്ന് പറയുന്നത് അസാധ്യമായ ഒരു കാര്യമാകും. പല പ്രശ്നങ്ങളാണ് ഈ ഇന്ത്യയിൽ തന്നെ, പല സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് പല വിഷയങ്ങളാണല്ലോ. ഇപ്പോൾ ഹരിയാനയിൽ എന്താണ് നേരിട്ടത്? ഹരിയാനയിലും ഏകദേശം സമാനമായൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ 2 നേതാക്കളായിരുന്നു പ്രധാനമായിട്ടും പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട്. ഒന്ന് ഭൂപീന്ദർ ഹൂഡയ്ക്കെതിരായിട്ടുള്ള നമ്മുടെ വനിതാ നേതാവ്. അപ്പോൾ അവരെ എങ്ങനെയാണ് പാച്ചപ്പ് ചെയ്യുക എന്നുള്ളതായിരുന്നു ശ്രദ്ധ. തമ്മിലടിച്ച് BJPക്ക് ഹരിയാനയിൽ കൊണ്ട് അധികാരം കൊടുക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഗോവയിൽ നോക്കൂ, ഗോവയിൽ 2022 തെരഞ്ഞെടുപ്പിന് മുമ്പ് നമ്മൾ ഇന്നേ വരെ ഇന്ത്യയിൽ കാണാത്ത തരത്തിലുള്ള ഒരു ക്യാമ്പയിൻ നടത്തി രാഹുൽ ഗാന്ധി. എന്താ നടത്തിയത്? മുഴുവൻ സ്ഥാനാർത്ഥികളെയും കൊണ്ടൊരു സ്റ്റേജിൽ കൊണ്ടുവന്നിട്ട് ഭരണഘടന മുന്നിൽ വെച്ചിട്ട് അതിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്യാൻ പറഞ്ഞു. എന്താണ്? കൂറുമാറില്ല എന്ന്. അതെ,
ഒരു ഗതികേടിലേക്ക് ഇന്ത്യയിലെ ഒരു പാർട്ടി എത്തി നിൽക്കുന്നതാണ്. അതിനുശേഷം എന്ത് സംഭവിച്ചു? പാർട്ടി അടിമുടി അവിടെ തകർന്നുപോയി. അതായത് ഈ പ്രസ്ഥാനത്തെ, കോൺഗ്രസ് എന്ന് പറയുന്ന സംസ്ഥാനത്തെ ഘടകത്തെ വിശ്വാസമില്ലാത്ത ഹൈക്കമാൻഡിൻ്റെ 2 എക്സാമ്പിളുകളാണ്. ഒന്ന് ഹരിയാനയിൽ സംഭവിച്ചത്. അവിടെ ഭൂപീന്ദ്ര ഹൂഡയ്ക്ക് ക്യാമ്പയിൻ വിട്ടുകൊടുത്തു. അതാണല്ലോ അവിടെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മകനും ചേർന്നാണ് പരാജയപ്പെടുത്തിയത് എന്ന വിലയിരുത്തലിലേക്ക് ഒടുവിലെത്തിയത്. ഗോവയിലും ഇതേപോലെ പറ്റിയത്. അവിടെയും ഘടകകക്ഷികളെ സംബന്ധിച്ച് വലിയ പ്രശ്നമുണ്ടായി. ഇതാണ് പാർട്ടിയെ സംസ്ഥാന ഘടകത്തിൽ വലിയ പ്രശ്നമുണ്ടായി. വലിയ കൂറുമാറ്റം ഉണ്ടാകുന്നു. ലോയലായ ആളുകളുണ്ടോ എന്നതുപോലും ഉറപ്പിക്കാനാവാത്ത സ്ഥിതി. കേരളത്തിലും സമാനമായൊരു സ്ഥിതി ഉണ്ടാവുന്നത് കോൺഗ്രസിനൊട്ടും ഗുണകരമായ ഒന്നല്ല. കർണാടകയിൽ ഇത് മാനേജ് ചെയ്തു. കാര്യം അവിടെ DK ശിവകുമാറും സിദ്ധരാമയ്യയും വളരെ കൃത്യമായിട്ട്. രേവന്ത് റെഡ്ഡിയുടെ പ്രശ്നത്തിലും അവിടെ ഉണ്ടായിരുന്നില്ല. അവിടെ ആൻറ്റി ഇൻകുംബൻസ് ടാപ്പ് ചെയ്യാൻ സാധിച്ചു. ഹിമാചൽ പ്രദേശിലും അത് സാധിച്ചു. ഇത് 3 ഇടങ്ങളിലും ഒഴിച്ചു നിർത്തിയാൽ കോൺഗ്രസിന് വേറെ ഏത് സംസ്ഥാനത്താണ് ശക്തമായിട്ടുള്ള ഒരു സ്റ്റേറ്റ് ലീഡർഷിപ്പ് കേരളത്തിലുള്ളതുപോലെ ഉണ്ടായിരുന്നത്? ആ കേരളത്തിലാണ് ഈ അനൈക്യമുള്ളത്. കേരളത്തിൽ വളരെ സ്ട്രോങ് ആണ് ലീഡർഷിപ്പ് എന്നുള്ളത്. സ്ട്രോങ് ആയ ലീഡർഷിപ്പാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സ്ട്രോങ് ആയ ലീഡേഴ്സ് ഉണ്ട്, ലീഡർഷിപ്പ് ഇല്ല. അവിടെ കളക്റ്റീവ് അവിടെയാണ് വാക്ക് പ്രധാനം. ഇന്ന് KC വേണുഗോപാൽ ഉപയോഗിച്ച വാക്ക് ഇതാണ്, കളക്റ്റീവ് ലീഡർഷിപ്പിലായിരിക്കും എന്നുള്ളതാണ്. കളക്റ്റീവ് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആബ്സെൻസ് ഓഫ് എ ലീഡർ എന്ന്. അതെ, അതൊരു വലിയ പ്രശ്നമായിട്ട്, അതൊരു വലിയ പ്രശ്നം അല്ല. ഇവിടെ ഒരു കാര്യം കൂടി, അതായത് ഇപ്പോൾ CPIയെയും BJPയെയും വെച്ച് നമ്മൾ കോൺഗ്രസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ കൃത്യമായി ഒഴുകിപ്പോയ വോട്ട് ഏതാണെന്ന് CPIയും അവരുടെ ജില്ലാ സമ്മേളനങ്ങളിലടക്കം ഐഡന്റിഫൈ ചെയ്തിട്ടാണ് സംസ്ഥാന സമ്മേളനത്തിലെ അതെ ഈഴവ വോട്ടുകൾ പോയതിനെക്കുറിച്ച്, ക്രിസ്ത്യൻ വോട്ടുകൾ ചോർന്നു പോയതിനെക്കുറിച്ച്, മുസ്ലിം കൺസോളിഡേഷൻ ഇപ്പുറത്ത് സംഭവിക്കുന്നതിനെക്കുറിച്ച് എല്ലാം അവർ അവെയറാണ്. അതേ അവയർനെസ് ഏറ്റവും കൂടുതൽ ഉണ്ടാകേണ്ടത് ആർക്കാണ്? കോൺഗ്രസിനാണ്. കാരണം UDF-നാണ് അടുത്ത 2026 അധികാരത്തിൽ വന്നില്ലെങ്കിൽ തങ്ങളുടെ തന്നെ നിലനിൽപ്പ് ഭീഷണിയാകുമെന്ന് തിരിച്ചറിയുന്നത്. 2021 ചെയ്യേണ്ട ആ കാര്യം ഇതുവരെ ചെയ്യാതെ 2025 ഫെബ്രുവരിയിൽ ഒന്നിച്ച് നിൽക്കാം കേട്ടോ എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം എന്നുള്ളതുണ്ട്. ഈ ഈഴവ വോട്ടുകൾ K. സുധാകരനെ പെട്ടെന്ന് മാറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തീയ ഈഴവ ആ കൺസോളിഡേഷനിൽ നല്ല മാറ്റം ഉണ്ടാകും. അതൊരു പോയിന്റാണ്. ഐക്യം ഉറപ്പിച്ചുവെന്നായിരുന്നു ചോദ്യം. 3 പേരുടെയും അഭിപ്രായം യെസ് എന്നാണ്. Meet the editors.